നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. കർത്താവിൻ്റെ ദാസനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിൻ്റെ ദാസൻ നേരിമംഗലം സെൻട്രലിൻ്റെ ചുമതല വഹിക്കുന്നു. ഈ പ്രദേശത്ത് 2 സഭകളുണ്ട്. കർത്താവിൻ്റെ ദാസൻ സിബി മാത്യു പാസ്റ്ററുടെയും പ്രിയ സാമുവൽ പാസ്റ്ററുടെയും സഭകൾ പാസ്റ്ററുടെ ഉത്തരവാദിത്തത്തിലുള്ള സഭകളാണ്. എങ്കിലും എൻ്റെ മനസ്സിൽ ഈ 2026 ഇവിടുത്തെ ഈ മീറ്റിംഗിൽ ശുശ്രൂഷിക്കുവാനായിട്ട് കർത്താവിൻ്റെ ദാസൻ കടന്നു വരണമെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം സിബി പാസ്റ്ററിനോട് പറഞ്ഞിട്ടല്ല, ഞാനാണ് പറഞ്ഞത്. സ്വതന്ത്രമല്ലെങ്കിൽ അദ്ദേഹത്തെ ഞാൻ ആ കാര്യത്തെ ആവശ്യപ്പെടുവാനിടയായി തീർന്നു. കർത്താവിൻ്റെ ദാസൻ വളരെ നേരത്തെ തന്നെ നമ്മുടെ മുന്നിൽ കടന്നു വരുവാനായിട്ട് കർത്താവ് സഹായിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ ആ സഭയുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു കർത്താവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കർത്താവിൻ്റെ ദാസനാണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. വളരെ അനുഗ്രഹമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സഭകളിലൊക്കെ നമ്മുടെ പ്രസ്ഥാനങ്ങളിലൊക്കെ പല കൺവെൻഷനുകൾ നടത്തുന്നു. റീജിയൻ്റെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, WM-ൻ്റെ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, അതുപോലെ തന്നെ തൃശ്ശൂർ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിലൊക്കെ മീറ്റിങ്ങുകൾ നടക്കുക. ഇപ്പോൾ ജനുവരി മാസത്തിൽ അതിൻ്റേതായിരിക്കും ചില കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എങ്കിൽ പോലും ഇത്രയും ചുറ്റിപ്പെട്ടവർ കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചതിന് ദൈവത്തെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസൻ തുടർന്നുള്ള സമയങ്ങൾ നമുക്ക് വേണ്ടി ശുശ്രൂഷിക്കും. കരമടിച്ച് കർത്താവിൻ്റെ ദാസൻ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കുക. സ്വർഗ്ഗത്തിലെ ദൈവം എനിക്ക് തന്ന ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട കൂട്ടായ്മയ്ക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാന്യ പാസ്റ്റർ പ്രസ്താവിച്ചതുപോലെ ഈ 2026 ആരംഭ ദിവസങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ സർവകൃപാലുവാകുന്ന ദൈവം നമ്മളെ സഹായിച്ചതോർത്തി അദ്ദേഹത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ ആരംഭ ദിവസങ്ങളിൽ ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ചതിന് പ്രിയ ആന്റണി പാസ്റ്ററോടും ശ്രീ പാസ്റ്ററും മറ്റു പ്രിയപ്പെട്ട എല്ലാവരോടും ഒരുമിച്ച് ആയിരിക്കുന്നതിന് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന എല്ലാ കർത്തൃദാസന്മാർക്കും സഹോദരന്മാർക്കും പ്രിയപ്പെട്ടവർക്കും വേഗമരുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള വന്ദനമാണ്. വാർഷിക മീറ്റിംഗിലേക്ക് പ്രിയ സിബി പാസ്റ്ററും ആന്റണി പാസ്റ്ററും എന്നെ ക്ഷണിച്ചിരുന്നു. പക്ഷേ അന്ന് വരാൻ സാധിക്കാത്ത ചില പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നിവൃത്തിയുള്ളിടത്തോളം ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ നിന്നും ഞാൻ വെള്ളിയാഴ്ച നിവൃത്തിയുണ്ടെങ്കിൽ മാറുകയില്ല, നിവൃത്തി ഇല്ലാതെ വന്നാൽ മാറും. എന്നാൽ അതുകൊണ്ടായിരുന്നു പ്രധാനമായിട്ട് വരാതിരുന്നത്. എന്നാൽ അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞ് വേറെ ഒന്നിൻ്റെ വീട്ടിലേക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ചായിരിക്കുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രദേശത്തെ അടിമാലി പ്രദേശങ്ങളിൽ കർത്താവിനോട് വളരെ ശക്തമായി നിൽക്കുന്ന അനുഗ്രഹിക്കുന്ന ദൈവദാസന്മാരാണ് ഇവരെല്ലാവരും നോക്കി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ചെറിയ പരിമിതമാകുന്ന അറിവനുസരിച്ച് അടിമാലി ഭാഗത്തുള്ളതിനേക്കാൾ കൂടുതൽ സഭകളുള്ള സ്ഥലങ്ങളിൽ ഇടുക്കി ജില്ലയിൽ മറ്റ് സ്ഥലങ്ങളുണ്ട്. എൻ്റെ അറിവനുസരിച്ച് ശരിയാണെങ്കിൽ ഈ കട്ടപ്പന ഭാഗത്തൊക്കെ ഒത്തിരി സഭകളുണ്ട്. എന്നാൽ ഞാൻ മനസ്സിലാക്കിയത് എത്രത്തോളം എൻ്റെ അറിവ് ശരിയാകണമെന്നില്ല, എന്നാൽ ഐക്യ മീറ്റിങ്ങുകൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഈ അടിമാലി ഭാഗത്താണെന്ന് എൻ്റെ ചിന്ത. കാരണം ഇതുപോലുള്ള മീറ്റിംഗ്, കൺവെൻഷനുകൾ അങ്ങനെ പലതും നടക്കുന്നതോർത്തി അദ്ദേഹത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇതൊക്കെ ദൈവപ്രവൃത്തിയുടെ ഒരു ആരംഭം കുറിക്കുന്ന ദിവസങ്ങളാണ്. അതൊരു ദൈവപ്രവൃത്തി നടക്കാനുള്ളതിൻ്റെ ആരംഭങ്ങളാണ്. അതിനുവേണ്ടി ദൈവസന്നിധി നമുക്കായിരിക്കാം. പ്രിയ ആന്റണി പാസ്റ്ററേയും സിബി പാസ്റ്ററേയും ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന പ്രിയ ശ്യാമൽ പാസ്റ്റർ കൂടിയുണ്ട്. ഞാൻ ജോയ് പാസ്റ്ററെ വിട്ടുപോയതല്ല, ഒരു അവസാനമായിട്ടൊക്കെ ഉറവുണ്ടോ നോർത്തോട്ടായിരുന്നു. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് ഒത്തിരി ദീർഘവർഷങ്ങളായിട്ടുള്ളത്. ഞാൻ കോട്ടയ്ക്കലായിരിക്കുന്ന ആ കാലഘട്ടം മുതലാണ് ഞങ്ങൾ ഒരുമിച്ച് സ്നേഹബന്ധത്തിലേക്ക് വരുവാൻ ഇടയായിരിക്കുന്നത്. അതിനുശേഷം ഞാൻ നെടുമ്പാശ്ശേരിയിലേക്ക് വന്നപ്പോൾ ആ ബന്ധം ഒന്നും കൂടി ഏറ്റവും അടുക്കുവാനിടയായി. പ്രിയ ജോയ് പാസ്റ്ററും കുടുംബമായിട്ട് നമ്മുടെ ബന്ധത്തിലുണ്ടല്ലോ. പ്രിയപ്പെട്ടവരുടെ മകൻ മൈക്കിൾ പാസ്റ്റർ, ഞാൻ നെടുമ്പാശ്ശേരി എയർപോർട്ട് ചർച്ചിലായിരുന്നപ്പോൾ അവിടുത്തെ എല്ലാ കാര്യത്തിലും എൻ്റെ കൂടെ നിന്ന ഒരു മാന്യ സഹോദരനായിരുന്നു. ഞങ്ങളുടെ വീട്ടിലെ ഒരു അംഗം എന്ന് പറയുകയാണ് കുറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ ആ അടുപ്പം ഏറ്റവും കൂടുതൽ ഉണ്ടാകുവാനും ഞങ്ങൾ രണ്ടുപേരും അടുത്തടുത്ത സ്ഥലങ്ങളിലേക്ക് വരുവാൻ ഇടയായിരുന്നു. അതൊരു ദൈവത്തിൻ്റെ പദ്ധതി ആയിരിക്കാം. അങ്ങനെയൊക്കെ ഒത്തിരി ബന്ധങ്ങൾ പ്രിയ
ജോയ് പാസ്റ്റർമാർ ഞങ്ങൾക്കുണ്ട്. അങ്ങനെ കർത്തൃദാസന്മാരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. നമുക്ക് ഫാനില്ലാത്തതിൻ്റെ ചൂടിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. എന്നാൽ ഇടയ്ക്കൊക്കെ ഞാൻ പറഞ്ഞിട്ട് കുറച്ചൊക്കെ കാറ്റുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നാൽ നമുക്ക് വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവസന്നിധിയിലായിരിക്കും. നമ്മളിവിടെ ആയിരിക്കുമ്പോൾ ഇവിടെ മിഷണറിമാരാരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്താമോ? ഒരാൾ പോലും കൈ ഉയർത്തി. ഒരു ഭക്തൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു, എവരി മാൻ വിത്ത് ക്രൈസ്റ്റ് ഈസ് എ മിഷണറി. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഉള്ള എല്ലാവരും മിഷണറിമാരാണ്. അടുത്ത രണ്ടാമത് പറഞ്ഞൊരു വാക്ക്, എവരി മാൻ വിത്തൗട്ട് ക്രൈസ്റ്റ് ഈസ് മിഷൻ ഫീൽഡ്. ക്രിസ്തു ഇല്ലാത്തവരെല്ലാവരും ഒരു മിഷൻ ഫീൽഡാണ്. ഇനി ഞാൻ ചോദിച്ചോട്ടെ, മിഷണറിമാരായിട്ട് ഇവിടെ ഉള്ളവർക്ക് കൈയ്യോർത്താമോ? നമ്മളെല്ലാവരും മിഷണറിമാരാണ്. കാരണം നമ്മൾ ക്രിസ്തുവിലായപ്പോൾ നമുക്കൊരു വലിയ ഉത്തരവാദിത്വം സ്വർഗത്തിലെ ദൈവം ഏൽപ്പിച്ചിരിക്കുകയാണ്. നശിച്ചു പോകുന്ന ആത്മാക്കളുടെ ഇടയിൽ ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയായി ദൈവനാമത്തിന് വേണ്ടി നിൽക്കുവാൻ. പ്രിയ ആന്റണിവാസ് പറഞ്ഞത് 2026 പുതുവർഷം തുറന്നപ്പോൾ പ്രിയ ദേവദാസിന്റെ വൈഫും സുഖമില്ലാതെ രണ്ടപ്പച്ചമാരും കൂടെ കേക്ക് മുറിച്ച് പുതിയ വർഷത്തിലേക്ക് കടന്നു. നമുക്ക് 2026 കിട്ടിയത് കൊണ്ടല്ലേ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എത്രയോ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ 2025 നമുക്ക് കടന്നു വന്നു. എന്നാൽ അതിന്റെ എല്ലാം നടുവിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ആരോഗ്യവും ബലവും നൽകി സ്വർഗീയ കൃപയ്ക്കുള്ളിൽ പൊതിയുവാനിടയായപ്പോൾ 2026 ആരംഭ ദിവസങ്ങളിൽ നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. കാരണം ഈ 2026 നമുക്ക് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനിടയാകും. ഈ 2026 ഇനി നമുക്ക് പറയാൻ സാധിക്കുന്ന ഒത്തിരി ദിവസങ്ങളുണ്ടല്ലോ. ഇനി 350 ദിവസമുണ്ടല്ലോ, അല്ലെങ്കിൽ 350 ദിവസമുണ്ടല്ലോ. പക്ഷെ നമ്മൾ കണ്ണടച്ച് നോക്കുമ്പോഴേക്ക് ഈ ദിവസങ്ങളെല്ലാം കടന്നു പോകും. ഒരാഴ്ചയായിരുന്നു നമുക്ക് തോന്നുന്നുണ്ട് വർഷാവസാനം മീറ്റിംഗ് കഴിഞ്ഞിട്ട്. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയായിരുന്നു വർഷാവസാനം മീറ്റിംഗ്. എന്നാൽ ദിവസങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടി ആർക്കും മണിക്കൂറുകൾ കാത്തിരിക്കുകയില്ല. നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ ദൈവം നമ്മളെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാൻ. ഇനി ഞാൻ അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു. സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവരെല്ലാം ഒന്ന് കൈയെടുത്തിട്ട്. സ്വർഗത്തിൽ പോകാൻ ഒരുങ്ങിയിരിക്കുന്നവരെല്ലാവരും, ഒരുക്കമില്ലാത്തവരും ഉണ്ടല്ലോ. എന്നാൽ ഞാൻ അടുത്താണ് ചോദിക്കുകയാണ്, സ്വർഗത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? സ്വർഗത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? എന്തോ? പാപം ചെയ്യാൻ പറ്റിയില്ല. ഓക്കെ, സുവിശേഷം പറയാൻ പറ്റില്ല. ഒന്നാമത്തെ പോയിന്റ് ഞാൻ ചിന്തിച്ചത്, നമുക്ക് അവിടെ സുവിശേഷം പറയാൻ പറ്റിയില്ല. ആരോടാ സുവിശേഷം പറയുന്നത്? എല്ലാവരും ക്രിസ്തുവിൽ ആയിരിക്കുന്നവരാണ് അവിടെ വന്നിരിക്കുന്നത്. ഇനി വേറെ അവിടെ ട്രാക്ട് കൊടുക്കാൻ പറ്റുമോ? അവിടെ രോഗികളെ സന്ദർശിക്കാൻ പറ്റുമോ? ദരിദ്രന്മാർക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? ജയിലിലുള്ളവരോട് സുവിശേഷം പറയാൻ പറ്റുമോ? അവിടെ അതൊക്കെ സാധിക്കുന്നത് ഈ ഭൂമിയിലായിരിക്കും മാത്രമേ പറ്റുകയുള്ളൂ. ഈ ഭൂമിയിലായിരിക്കുമ്പോഴേ ട്രാക്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ, സുവിശേഷം പറയാൻ പറ്റുകയുള്ളൂ. രോഗികളെ സഹായിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോഴേ പറ്റുകയുള്ളൂ. നശിച്ചു പോകുന്ന അല്ലെങ്കിൽ ജയിലിലായിരിക്കുന്ന ഒരു വ്യക്തിയോട് സുവിശേഷം പറയണമെന്നുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിലെ സാധിക്കുകയുള്ളൂ. അതിനെല്ലാത്തിനും വേണ്ടിയാണ് ദൈവം നമ്മളെ ജീവനുള്ളവരുടെ ദേശത്ത് ആരോഗ്യത്തോടെ ഈ ഭൂമിയിൽ ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. അപ്പൊ ദൈവം നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഒത്തിരി ഉത്തരവാദിത്തങ്ങളുണ്ട്, ഒത്തിരി കാര്യങ്ങളുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 2026 ദൈവത്തിന് വേണ്ടി നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട ആരംഭ കാലഘട്ടമായി അതിനെ തീർക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ അരുമനാഥൻ ഈ ഭൂമിയിലായിരുന്നപ്പോൾ
ആദ്യം പറഞ്ഞൊരു വാചകം കം എന്നാണ്, വരിക വരിക. എന്നാൽ അവസാനം പറഞ്ഞ വാക്ക് എന്താണെന്നറിയാമോ? ഗോ, പോകുക. ആദ്യം പറഞ്ഞത് വരുവാനാണ് പറഞ്ഞതെങ്കിൽ താൻ കടന്നു പോകുമ്പോൾ പറഞ്ഞത് നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പറഞ്ഞു. അപ്പൊ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തികളും, ഓരോ മിഷണറിമാരാണെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഓരോരുത്തരും മിഷൻ ഫീൽഡാണ്. അത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലായിരിക്കും മിഷൻ ഫീൽഡ് ഉള്ളത്, നമ്മുടെ തൊട്ട അയൽപക്കത്തെ വീട്ടിലായിരിക്കും. ഞാൻ അടുത്ത വാക്ക് പറയുന്നത് ക്ഷമിക്കണം. ചിലപ്പോൾ നമ്മുടെ സഭയിലായിരിക്കും ചില മിഷൻ ഫീൽഡുകളുള്ളത്. അവിടെ ഒരു സുവിശേഷം പറയണേ ചിലപ്പോൾ. എന്നാൽ ഈ കാലഘട്ടം ദൈവം നമ്മളെ അതിനുവേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ, വളരെ ഏകാഗ്രതയോടുകൂടി ആയിരിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്കെല്ലാവർക്കും സുപരിചിതമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 39-ാം അധ്യായം, അതിന്റെ 21-ാമത്തെ വാക്യം. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. എന്നാൽ യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. 2026 വരുമ്പോൾ ദൈവജനത്തിൽ നമുക്ക് കിട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വാക്ക് യഹോവ യോസേഫിനോട് കൂടെ ഇരുന്നു. ഞാൻ മറ്റൊരു സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഹാനോക്ക്. ഹാനോക്കിനെ പറ്റി എന്താ പറയുന്നത്? ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. നോഹയ്ക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാകുന്ന ഒരു വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടക്കുകയായിരുന്നെങ്കിൽ യോസേഫിന് എന്തായിരുന്നു? ദൈവം കൂടെ ഇരിക്കുകയായിരുന്നു. ഇതിൽ ഏതാണ് വലിയ വാക്യം അല്ലെങ്കിൽ നല്ല വാക്യം എന്നൊന്നും ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചെടുത്താൽ മതി. ഇവിടെ യോസേഫിനോട് കൂടെ ദൈവം ഇരിക്കുവാൻ കാരണം തൻ്റെ ജീവിത പാന്താവിൽ ഒന്നിലധികം പല വിഷയങ്ങൾ തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അതിൻ്റെ എല്ലാം നടുവിൽ താൻ വീണു പോകാതെ നിലനിൽക്കുവാൻ ഇടയായത് യോസേഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ വേദനകളോ വന്നാലും അവൻ നമ്മളെ കരം പിടിച്ചു വഴി നടത്തുവാൻ മതിയായ ദൈവമാണ്. ദൈവം കൂടെ ഉണ്ടെങ്കിൽ പ്രതികൂലങ്ങളൊക്കെ ഉണ്ടാകും. ഞാൻ തെറ്റായിട്ട് പറഞ്ഞതല്ല, ദൈവം കൂടെ ഉണ്ടെങ്കിൽ പ്രതികൂലങ്ങളുണ്ട്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവത്തിന്റെ കൃപയെ അവൻ നൽകി തരുന്നത് കൊണ്ടാണ് ഈ പ്രതികൂലങ്ങളിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എന്റെ കൃപ നിനക്ക് മതി, അത് ബലഹീനതയിൽ തികഞ്ഞു വരും. അപ്പൊ ദൈവത്തിന്റെ കൃപ നമുക്ക് നൽകി തരുന്നത് ബലഹീനതയുടെ നടുവിലാണ്. ഞാനൊരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഒരു കൊച്ചു കുഞ്ഞ്, ഒരു 10-14 വയസ്സുള്ള ഒരു കുഞ്ഞ് വളരെ രോഗിയായി കിടക്കുകയാണ്. നാളുകളോളം കിടന്നു. അവന്റെ കൂട്ടുകാർ പുറത്ത് കളിക്കുന്നതൊക്കെ അവൻ ജനലിൽ കൂടെ കാണും. മാനുഷിക നിലയിൽ പറഞ്ഞാൽ ദിവസങ്ങൾ എണ്ണി മുമ്പോട്ട് പോവുകയാണ്. ഇങ്ങനെ പോകുന്ന ഒരു ദിവസം യേശു കർത്താവ് അവന്റെ അടുക്കലേക്ക് വന്നു. അവന്റെ കൂടെ ഇരുന്ന് പറയാൻ സംസാരിച്ചു. അവരൊത്തിരി ആശ്വാസമായി. പിന്നീടുള്ള എല്ലാ ദിവസവും ഉച്ച കഴിയുമ്പോൾ യേശു അടുക്കൽ വരും, അവന്റെ കൂടെ ഇരുന്ന് വർത്താനം പറയും. അതിനുശേഷം കടന്നു പോകും. ഒരു ദിവസം പറഞ്ഞു, മോനെ, ഞാൻ ഇന്ന് നിന്നെ സൗഖ്യമാക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എല്ലാവരും ആമേൻ പറഞ്ഞു. നല്ല കാര്യമാണ്. അപ്പോൾ അവൻ ചോദിച്ചു, യേശുപ്പച്ച, എന്നെ സൗഖ്യമാക്കിയത് എനിക്ക് സന്തോഷമുണ്ട്. എന്നാൽ നാളെയും അങ്ങ് എൻ്റെ അടുക്കൽ വരണം. ഞാൻ നിന്നെ സൗഖ്യമാക്കി കഴിഞ്ഞാൽ ഞാൻ എന്തിനാ നിന്റെ അടുക്കൽ വരും? കൂട്ടുകാർ കളിക്കുന്നത് നീ കണ്ടില്ലായിരുന്നോ? അവരുടെ കൂടെ പോയി കളിക്കാം, നിനക്ക് ഓടി നടക്കാം, നിനക്ക് എന്തും ചെയ്യാം.
ആ കുഞ്ഞ് അടുത്തായിട്ട് പറഞ്ഞത്, എന്നെ നീ സൗഖ്യമാക്കണ്ട, നീ എൻ്റെ അടുക്ക വന്നാണ്. നമ്മളാണെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? എൻ്റെ കൂട്ടുകാരുടെ കൂടെ എനിക്കൊന്ന് പോകണം, എനിക്ക് അടിമാലി ടൗണിലൊക്കെ ഒന്ന് കറങ്ങണം, നല്ലൊരു ഹോട്ടലിൽ കയറി ഒന്ന് ഫുഡ് കഴിക്കണം, എനിക്ക് ഒരു ബീച്ചിലേക്കൊന്ന് പോയി ഒന്ന് കറങ്ങി നടക്കണം, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരുടെ കൂടെ മൂന്നാറിലേക്ക് ഒന്ന് പോകണം. എന്നാൽ ഈ കുഞ്ഞു പറഞ്ഞ് എനിക്കൊന്നും വേണ്ട, എനിക്ക് യേശുവിൻ്റെ കൂടെ ഇരുന്നാൽ മതി, അങ്ങനെ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് വേണ്ട. 2026 നമ്മളെ ഭരിക്കേണ്ട ഒരു ചിന്തയെന്ന് പറയുന്നത്, യേശുവിനെ കൂടാതെ നമുക്ക് ഒരു ദിവസം പോലും ജീവിക്കാൻ സാധ്യമല്ല. യേശു ഇല്ലാത്ത ജീവിതം ശൂന്യമായൊരു ജീവിതമായിരിക്കും. ആ യേശുവിനോടുകൂടെ ജീവിക്കാൻ സാധിച്ചാൽ നമ്മളെ പോലെ ഭാഗ്യമുള്ളവർ ലോകത്തിൽ മറ്റാരും ഉണ്ടാകില്ല. ഈ പ്രതിസന്ധികൾ വരുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് കുതിക്കാനുള്ള ബലം ലഭിക്കും. ദൈവജനത്തിൽ ഒരു വാക്യമുണ്ട്, ഞാൻ നിന്നെ ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന കുതിരയോട് ഉപമിക്കും. ഒന്നുകൂടി ഞാൻ പറയാം, ഞാൻ നിന്നെ ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന കുതിരയോട് ഉപമിക്കുന്നു. ഒത്തിരി കുതിരകളെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന കുതിരയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് എപ്പോഴും പുറത്തിറങ്ങുകയില്ല. മറ്റു കുതിരകൾ നടന്നു പോകുന്ന പോലെ വഴിയിലെല്ലാം നടക്കുന്ന ഒരു കുതിരയല്ല ഈ കുതിര. ഈ കുതിരയ്ക്കൊരു പ്രത്യേകതയുണ്ട്. സാധാരണ സമയങ്ങളിലൊന്നും ഈ കുതിരലായത്തിൽ നിന്നും പുറത്തു വരികയില്ല. ഈ ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന കുതിരയുടെ പ്രത്യേകത, ഏതെങ്കിലും പ്രത്യേക സാഹചര്യങ്ങളിൽ, പ്രത്യേക സന്ദർഭങ്ങളിൽ, യുദ്ധം പോലെ മുമ്പോട്ട് കടക്കാൻ പറ്റാത്ത പ്രതികൂലങ്ങൾ വരുമ്പോൾ ഈ കുതിരയെ ഫറവോൻ ഉപയോഗിക്കും. എന്താണെന്ന് അറിയാമോ? മുൻപിലുള്ളതാകുന്ന വൈതരണികൾ, മുമ്പിൽ വരുന്നതാകുന്ന കിടങ്ങുകൾ ചാടിക്കടന്ന് അപ്പുറം കടക്കാൻ സാധിക്കാനുള്ളതാകുന്ന, വിജയം നേടുവാനുള്ളതാകുന്ന ബലം നേടിയിട്ടുള്ള, അല്ലെങ്കിൽ പ്രാവീണ്യം നേടിയിരിക്കുന്ന കുതിരയാണ് ഈ കുതിര. ഈ കുതിരയെ എല്ലായിടത്തൂടെയും കളിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതല്ല. യുദ്ധസമയത്ത് ഏത് ഹാർഡിൽസും ചാടിക്കടക്കാൻ കഴിവുള്ള ഒരു കുതിരയാണ് ഈ കുതിര. അതുകൊണ്ടാണ് നമ്മളെ ഓരോരുത്തരെയും കെട്ടിയിരിക്കുന്നത് ഫറവോന്റെ രഥത്തിന് കിട്ടുന്ന കുതിര എന്ന് പറഞ്ഞാൽ, മുൻപിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, മുൻപിൽ പ്രതിസന്ധികൾ വരുമ്പോൾ ഈ കുതിരയ്ക്ക് ഒരു ചിഹ്നമുണ്ടാകും, ഈ പ്രശ്നങ്ങളെ ഒന്ന് ചാടിക്കടക്കാൻ. മറ്റു കുതിരകളോ മറ്റു മൃഗങ്ങളോ പ്രശ്നങ്ങൾ കാണുമ്പോൾ പതറി അവിടെ നിൽക്കുമ്പോൾ, ഈ കുതിരയുടെ പ്രത്യേകത പ്രശ്നം വരുമ്പോഴാണ് ഇതിന്റെ ഊർജം ഒന്നുകൂടി മുമ്പോട്ട് കുതിക്കാൻ തുടങ്ങുന്നത്. ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് കൃപ പ്രാപിക്കുന്ന ഒരു ദൈവ പൈതൽ പ്രശ്നം വരുമ്പോൾ ഭയപ്പെട്ട് പുറകോട്ട് പോകില്ല, പ്രശ്നങ്ങളുടെ മുമ്പിൽ മുമ്പോട്ട് കുതിക്കാനുള്ള ഊർജം സംഭരിക്കുകയാണ്. യോസേഫിനോട് കൂടെ ദൈവം ഇരുന്നപ്പോൾ യോസേഫിന്റെ ജീവിതത്തിൽ ഉണ്ടായതുപോലെ പ്രതിസന്ധികൾ ആരുടെയൊക്കെ ജീവിതങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. പ്രതികൂലങ്ങൾ ഒന്നിന്റെ പുറകെ ഒന്നായിട്ട് യോസേഫിനെ വലിഞ്ഞു മുറുക്കിയപ്പോൾ, തളർന്നുപോയി തകർത്ത് കളയുമെന്നുള്ള ചിന്തകളെല്ലാം വന്നപ്പോഴും അവിടെ ഒന്നും വീണുപോകാതിരുന്നതിന്റെ ഏക കാരണം എന്ന് പറയുന്നത് യോസേഫിനോട് കൂടെ ദൈവം ഉണ്ടായിരുന്നതാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. 2025 365 ദിവസത്തിൽ എത്ര ദിവസം യേശു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു? മറ്റൊരു ചോദ്യം, എത്ര ദിവസം യേശുവിന്റെ കൂടെ നമ്മളുണ്ടായിരുന്നു? എന്നാൽ 2026 നമ്മൾ കടന്നു വന്നിരിക്കുന്നു. ഈ 7ാമത്തെ ദിവസം, 6-7 ദിവസം കടന്നു. എന്നാൽ ഓരോ ദിവസവും ഞാൻ യേശുവിൻ്റെ കൂടെ, യേശു എൻ്റെ കൂടെയുണ്ട് നമുക്ക് പറയുവാൻ സാധിക്കും. ഇനി ദിവസങ്ങൾ ഒത്തിരിയൊന്നുമില്ല, ദിവസങ്ങൾ അടുത്തടുത്ത് വരികയാണ്. അടുത്ത വർഷം ഇതുപോലൊരു സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റുകയില്ല.
എന്തൊക്കെയാണ് മുൻപിൽ വരാൻ പോകുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കാത്തൊരു കാലഘട്ടത്തിൽ കൂടി മുൻപോട്ട് കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യത്തിന്റെ ദിവസങ്ങൾ നമുക്ക് മുമ്പോട്ട് കുതിക്കാനുള്ള ബലം പ്രാപിക്കേണ്ട ദിവസങ്ങളായി നമുക്ക് ആ സമയത്ത് കൃപ പ്രാപിച്ച പോരാ, ഓരോ ദിവസവും ദൈവത്തിൽ നിന്ന് കൃപ പ്രാപിക്കുന്നത് മാത്രമേ ആ കൃപയുടെ കൃപ പ്രാപിച്ചുകൊണ്ട് നമുക്ക് പ്രശ്നങ്ങളിൽ വിജയം പ്രാപിക്കാൻ വേണ്ടി നേടിയെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. കാലഘട്ടത്തിൽ ഒത്തിരി നമ്മൾ കണ്ടിട്ടില്ലാത്തത് കേട്ടിട്ടില്ലാത്ത പല സംഭവങ്ങൾ നമ്മുടെ രാജ്യത്തൊക്കെ നടന്നുകൊണ്ടിരിക്കും. എന്നാൽ അതിന് നടുവിൽ ദൈവത്തിന്റെ കൃപ നമ്മൾ പ്രാപിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. കഷ്ടതയിലായിരിക്കുന്നവർക്ക് ആശ്വാസം പകരുവാൻ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇസ്രായേലിലെ കന്യകമാർ ഒരിക്കൽ ഇങ്ങനെ പാടി, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ദാവീദ് പറഞ്ഞിട്ടാണ് ഇവരിത് പാടിയത്. ചിലയിടത്തൊക്കെ നമ്മൾ കാണുന്നത് പോലെ അടുത്ത പ്രാവശ്യത്തെ അവാർഡ് എനിക്ക് തരണം, അവാർഡിന് എത്ര രൂപയാവും? 1,00,000 രൂപ. ഞാനൊരു 10 ലക്ഷം സ്പോൺസർ ചെയ്തേക്കാം. ആ അവാർഡ് അല്ലായിരുന്നു ദാവീദിന് കിട്ടിയത്. ദാവീദ് പറഞ്ഞിട്ടല്ല ഈ കന്യകമാര് പാടിയത്. ദാവീദിന്റെ ജീവിതം കണ്ടിട്ട്, ദാവീദിന്റെ യുദ്ധം കണ്ടിട്ട്, ദാവീദിന്റെ ദൈവത്തിന്റെ കൃപ ദൈവത്തിന്റെ കൂടെ ഉണ്ടെന്നത് കണ്ടിട്ട് അവിടുത്തെ കന്യകമാർ പാടുകയാണ്, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000. ഇത് കണ്ടപ്പോ ശൗലിന് കണ്ണുകടി തുടങ്ങി. ഞാൻ ഇവിടുത്തെ രാജാവ്, ആ വാക്ക് ഞാൻ മാറ്റാം. ഈ പാട്ട് പറയും ഞങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾക്ക് ആർക്കും കുഴപ്പമില്ല. ഒരാൾ പറയുക ശമൂഹൻ പാസ്റ്റർ 1000 പേരെ നേടി, സണ്ണി പാസ്റ്റർ 100 നേടിയോ എന്ന് പറഞ്ഞാൽ സെൻട്രൽ പാസ്റ്റർ എനിക്ക് 100 കണ്ണുകടി വരുന്നതിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ കൊട്ടാരത്തിനകത്ത് നിന്ന് ശ്രമിച്ചാൽ 100 കിട്ടുകയുള്ളൂ. ഓടി നടക്കുന്നവന് 1000 കിട്ടും. എന്നാലും കന്യകമാര് വെറുതെ പാടുകയല്ലായിരുന്നു. അവർ കണ്ടതുകൊണ്ട്, അവർ അനുഭവിച്ചതുകൊണ്ട് പാടിയത്. ശൗൽ 10,000 ദാവീദോ 10,000. പ്രതികൂലങ്ങൾ ദാവീദിന് നേരെ വന്നപ്പോൾ ദാവീദിന് ചിലപ്പോൾ ഓടിപ്പോകേണ്ടി വന്നത് കാട്ടിലേക്കാണെങ്കിൽ എന്നും കാട്ടിലിരിക്കുവാനുള്ളവനായിരുന്നില്ല ദാവീദ്. കാട്ടിൽ നിന്നും അവൻ വരുന്നത് നാട്ടിലേക്കാണ്. കാട്ടിൽ ഓടി നടന്നതുപോലെയല്ല ഇന്ന് നാട്ടിൽ വന്നു കഴിയുമ്പോൾ തലയിലൊരു കിരീടമുണ്ട്, ഇരിക്കുവാനൊരു സിംഹാസനമുണ്ട്. കാട്ടിലൂടെ ഓടി നടക്കുന്നവനാണ് സിംഹാസനം കിട്ടുകയുള്ളൂ. പ്രതികൂലമുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, വിജയം അതിന് പുറകെ വരുന്നു. പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ശേഷം ദൈവത്തിന്റെ വിടുതലിന്റെ കരങ്ങൾ. ഹാനോക്കിന്റെ ജീവിതത്തിലൊക്കെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നൊക്കെയാണ് നമ്മൾ പറയുന്നതെങ്കിൽ, നമ്മൾ 5-ാം അധ്യായമൊക്കെ ഒന്ന് പഠിച്ചു വരുമ്പോൾ, ഞാൻ ആ വിഷയം പ്രസംഗിക്കാൻ വേണ്ടി അല്ലെങ്കിലും ഒറ്റ വാക്യം ഒന്ന് പറഞ്ഞു വിടാം. ഹാനോക്കിന്റെ അതേ തലമുറയിൽ ഉണ്ടായിരുന്ന 7-ാം തലമുറയിലുണ്ടായിരുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ ബഹുഭാര്യത്വം നേടിയ കുടുംബം ആരായിരുന്നു? ഓർമ്മയുണ്ടോ? ആരാന്ന് ഓർമ്മയുണ്ടോ? ലാമേക്ക്. 5-ാം അധ്യായത്തിൽ ലാമേക്കിന് 2 ഭാര്യമാർ, 3 പുത്രന്മാർ, 1 പുത്രി. ഈ 3 പുത്രന്മാരെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ കാലഘട്ടത്തിലെ ബഹുകേമന്മാർ 3 പേർക്കും 3 ഫീൽഡ് ഉണ്ടായിരുന്നതാണ് കാണാൻ സാധിക്കുന്നത്. ഒരാള്, ഞാൻ സാറിന് പറയാം, കൺസ്ട്രക്ഷൻ ഫീൽഡ് മുഴുവൻ ഒരു മോന്റെ കയ്യിലായിരുന്നു. മ്യൂസിക് ഫീൽഡ് മുഴുവൻ ഒരാളുടെ കയ്യിലായിരുന്നു. മോൾഡിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇരുമ്പും ചെമ്പും കൊണ്ടുള്ള പണി ചെയ്യുന്നവനാണ്. ഡൈ ഫീൽഡ് മുഴുവൻ വേറെ ആളുടെ കയ്യിലായിരുന്നു. തലയിലടിക്കുന്ന ഡൈ അല്ല കേട്ടോ, അത് തലയിലേക്ക് തപ്പണ്ട. ഇരുമ്പും ചെമ്പും കൊണ്ട് പണി നടക്കുന്നത്. ഇങ്ങനെയുള്ള എല്ലാം കൊണ്ടും കെങ്കേമന്മാരായിരിക്കുന്ന 3 പുത്രന്മാരുള്ള ലാമേക്കിന്റെ കാലഘട്ടത്തിൽ അപ്പുറത്ത് ഒരുവൻ, മക്കളെ പറ്റി പറയാനില്ല, ഇതുപോലുള്ള ധനത്തെ പറ്റി പറയാനില്ല, ഒന്നുമില്ല. പക്ഷെ ഒന്നുണ്ടായിരുന്നു. എന്താണെന്ന് അറിയാമോ? ദൈവം കൂടെ ഉണ്ടായിരുന്നു. ദൈവം കൂടെ ഉണ്ടായിരുന്നു. അടുത്തായിട്ട് ദൈവം എടുത്തുകൊണ്ടത്
യൂദ പറയുന്ന വാക്കിൽ പറയുകയാണെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. Praise the Lord. ഈ ലോകം വലുതെന്ന് കാണുന്നതും പലപ്പോഴും ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോകേണ്ടതും ശവപ്പെട്ടിക്കകത്ത് വീഴുന്നതുമാണ്. എന്നാൽ യഥാർത്ഥമായി ദൈവമക്കൾ വലുതായിട്ട് കാണുന്നത് ഈ ഭൂമിയിൽ ഇട്ടിട്ട് പോകുന്നതിനെയല്ല, നിത്യതയിലേക്ക് നമ്മെ എത്തിക്കുന്നതിനെയാണ് വലുതായിട്ട് കാണുന്നത്. Praise the Lord. യോബിനെ കുറിച്ച് പറഞ്ഞാൽ യോബിന് സകലവും നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് മറ്റുള്ളവരവനെ കുറ്റം പറയുമ്പോഴും യോബ് വാക്കുകൾ കൊണ്ടുപോലും ദൈവത്തോട് പാപം ചെയ്യാതെ ദൈവസന്നിധിയിൽ നിന്നപ്പോൾ ദൈവം അവരോടുകൂടെ ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയ പ്രശ്നങ്ങൾ നമ്മളെ തകർത്ത് കളയുവാനുള്ളതല്ല. ജീവിതത്തിൽ പ്രയാസങ്ങൾ പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മൾ തകർന്നു പോകുവാനുള്ളതല്ല. യോസേഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കും, യോസേഫിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം മുഴുവൻ യോസേഫിന് ഉണ്ടാകുമോ? ആദ്യം എന്താണ്? അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു, ഇല്ലേ? യോസേഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. യോസേഫിനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. ഇനി അവിടെ നിന്ന് നേരെ പോയത് അടിമച്ചന്തയിലേക്ക്. അടിമച്ചന്തയിൽ നിന്നും പോയത് പുത്തിപ്പേരുടെ ഭവനത്തിലേക്ക്. അവിടെ നിന്നും കടന്നുപോയത് ജയിലിനകത്തേക്ക്. ഈ പോയ സ്ഥലങ്ങളൊന്നും സുഖമുള്ള സ്ഥലമല്ല. അപ്പന്റെ വീട്ടിലായിരുന്നു എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പൻ കൂടെ ഉണ്ടായിരുന്നു. അപ്പൻ കഴിക്കുന്ന മേശയിൽ ആഹാരം കഴിക്കാം, അപ്പൻ ഉണ്ടാക്കി കൊടുക്കുന്നതാകുന്ന നിലയ്ക്ക് ധരിച്ചുകൊണ്ട് നടക്കാം, എല്ലാ സുഖ സൗകര്യങ്ങളും ഉള്ളപ്പോൾ യോസേഫിന്റെ ജീവിതത്തിലെ പ്രശ്നത്തിന് ഏക കാരണമെന്ന് പറയുന്നത് അവൻ ദർശനം കാണുന്നവനായിരുന്നു, സ്വപ്നം കാണുന്നവനായിരുന്നു, ദൈവിക ദർശനപ്രകാരം ജീവിക്കുന്നവനായിരുന്നു. യഥാർത്ഥമായി ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഭക്തന്മാർക്കാണ് പ്രതികൂലങ്ങളുള്ളത്. ജീവിതത്തിൽ ദൈവത്തോടു കൂടെ നടക്കുന്നവർക്കാണ് പ്രശ്നങ്ങളുള്ളത്. ചിലപ്പോൾ പൊട്ടക്കിണറിന്റെ അനുഭവം വരാം, സ്വന്തം സഹോദരന്മാർ തള്ളിക്കളഞ്ഞു എന്ന് വരാം, സ്വന്തം സഹോദരന്മാർ നമ്മളെ വിറ്റുവെന്ന് വരാം. ഇതൊക്കെ വരുമ്പോൾ നമ്മൾ ചോദിക്കും, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഞാൻ പറയും സംഭവിക്കും. കാരണം ദൈവത്തിന് പറയുന്നതാണ്, ദൈവം കൂടെ ഉണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും. പക്ഷേ അതിന് നടുവിലും ഓരോ ദിവസവും നമ്മളെ ചില ഫീൽഡുകളിൽ പഠിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുകയാണ്. ചിലതെല്ലാം നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ്. പൊട്ടക്കണക്കിൽ കിടക്കുന്നതാകുന്ന യോസേഫ് ഫറവോന്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ പ്രശ്നമെല്ലാം മാറി. ഇനിയും അടിമച്ചന്തയിൽ നിന്നും ഈ കൊട്ടാരത്തിൽ അല്ലെങ്കിൽ ഈ വീട്ടിൽ ഞങ്ങൾക്ക് സുഖമായി ജീവിക്കാമെന്ന് ഓർത്തപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടേണ്ടി വന്നു. ജീവിതത്തിൽ ചിലപ്പോൾ ഓടി രക്ഷപ്പെടേണ്ടത് ഓടി രക്ഷപ്പെട്ടാൽ ഉയർത്തേണ്ടത് ഒന്നും കൂടി ഞാൻ ആവർത്തിക്കട്ടെ. യോസേഫ് പുത്തിപ്പേരുടെ ഭവനത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടപ്പോൾ ലോകം അവന് കൊടുത്തത് ഒരു കാരാഗ്രഹമാണ്. കാരാഗ്രഹത്തിലായിരിക്കുന്നവനെ ഉയർത്തുവാൻ ഒരു ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. കാരാഗ്രഹത്തിൽ കൊണ്ടിടുന്നതിന് ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് നമ്മൾ ചോദിക്കും, അതെങ്ങനെ കാരാഗ്രഹത്തിൽ കൊണ്ടിടുന്നത് ദൈവത്തിന് പദ്ധതിയാണ്? ചില നാളുകൾക്ക് മുമ്പ് എല്ലാ തിങ്കളാഴ്ചയും നമുക്കൊരു പ്രോഗ്രാം സുഖിക്കൂടെ ഞാൻ നടത്തുന്നുണ്ട്. വടക്കടി മിഷണറിമാരുടെ അനുഭവം. അതിനകത്ത് ഒരു ദേവദാസൻ പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയായിരുന്നു. അദ്ദേഹം ചില വർഷങ്ങളോളം ജയിലിൽ പോയി കിടന്നു. അദ്ദേഹം പറഞ്ഞ വാക്ക്, ഞാൻ ജയിലിൽ പോയത് എനിക്ക് നന്മയാണ്. കാരണം ജയിലിൽ പോയിട്ട് പുറത്ത് നടന്നതിനേക്കാൾ കൂടുതൽ സുവിശേഷം അറിയിക്കാൻ സാധിച്ചത് എനിക്ക് ജയിലിൽ കിടന്നതാണ്. ഒത്തിരി പേര് ദൈവഭാഗത്തേക്ക് വരുവാനായിട്ട് അപ്പൊ ജയിലിൽ പോകുന്നതിന് ഗുണമുണ്ടോ? ചിലപ്പോൾ അതിനകത്ത് ദൈവത്തിന് പദ്ധതികൾ ഉണ്ടാകും. ദൈവത്തിന് അതിനകത്ത് പദ്ധതികൾ ഉണ്ടെങ്കിൽ അതും ദൈവം അറിഞ്ഞിട്ട് മാത്രമേ നമുക്ക് സംഭവിക്കുകയുള്ളൂ. എന്നാൽ ഇങ്ങനെയുള്ള പ്രതികൂലങ്ങളുടെ നടുവിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിനകത്ത് ദൈവം ചിലതെല്ലാം ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുക എന്നൊക്കെ പറയുന്നത്
നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് എല്ലാ അനുകൂലമായിരിക്കുമ്പോഴാണ് ദൈവം പ്രവർത്തിക്കുന്നത്. എന്നാൽ പ്രതികൂലങ്ങളുടെ നടുവിലാണ് ദൈവപ്രവൃത്തി വെളിപ്പെട്ടു വരുവാനിടയാകുന്നത്. ചില സമയങ്ങളിൽ ഒരു ഇടവേളകളിൽ പ്രതികൂലങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ കണ്ടുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതിന് നടുവിലും സ്വർഗത്തിലെ ദൈവം നമ്മെ വഴി നടത്തുവാൻ ഇടയായിരിക്കും. ഈ ജീവിതത്തിന്റെ ഓരോ കാലഘട്ടം നമ്മൾ യോഹന്നാനോട് ചോദിച്ചാൽ യോഹന്നാൻ അപ്പോസ്തലന് പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. പത്മോസ് എന്ന ആ സ്ഥലത്ത് ആ ദ്വീപിലേക്ക് കടന്നു പോകുന്നത് തന്റെ ജീവിതത്തിൽ സന്തോഷമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഈജിയൻ കടലിടുക്കിൽ നിന്ന് ഉണ്ടാകുന്ന ആ വലിയ തിരമാലകളുടെ ശബ്ദവും തന്നെ പോലെ അവിടെ കൊണ്ടിട്ടിരിക്കുന്ന കുറ്റവാളികൾ, താൻ കുറ്റവാളിയല്ലെങ്കിലും കുറ്റവാളികളായിരുന്ന 100 കണക്കിന് ആൾക്കാർ അവർ മരിച്ചു കിടക്കുന്നതും അല്ലെങ്കിൽ കഴുകൻ തനിക്ക് ചുറ്റും ഓടി നടക്കുന്നതൊക്കെ കാണുമ്പോൾ സുഖമല്ല, സന്തോഷമല്ല. എന്നാൽ പത്മോസിന്റെ ദ്വീപിൽ അവിടെ ആയിരിക്കുമ്പോൾ യോഹന്നാൻ വെളിപ്പാടിൽ കാണുന്നതാകുന്ന ദർശനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിവശതയിലായി. എവിടെ വെച്ച പത്മോസ് ദ്വീപിൽ. എല്ലാം പ്രതികൂലമായി. കൂടെ കൈകൊട്ടാൻ ഒരാളില്ല, പാടാൻ ഒരാളില്ല, ആരാധിക്കാൻ ഒരാളില്ല. കൂടെ കൈത്താങ്ങൽ കൊടുക്കാൻ സ്വന്തം ഭാര്യ പോലുമില്ല, സ്വന്തം മക്കൾ പോലുമില്ല. ആരും സഹായത്തിലില്ലാതിരിക്കുന്ന സമയത്ത് ഏകനായി തിരുമുഖത്തേക്ക് നോക്കുമ്പോൾ ആ സ്വർഗീയ ദർശനം കൊണ്ട് നിറയപ്പെട്ടപ്പോൾ ഭാവി സഭയ്ക്ക് വേണ്ടിയുള്ള ആലോചനകൾ നൽകി കൊടുക്കുന്ന ഒരു സ്ഥലമായി ആ ഈജിയൻ കടലിടുക്ക് തീർന്നെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഒറ്റപ്പെടുന്നത് ചില സന്ദർഭങ്ങളിൽ ഒരു ദൈവപ്രവൃത്തിയുടെ ആരംഭമാണ്. നമ്മൾ ഒറ്റയ്ക്ക് കിടക്കുകയോ ഒറ്റയ്ക്കായിരിക്കുകയോ എല്ലാം പ്രതികൂലമായിട്ട് നമ്മൾ ആരുമില്ലാത്തവരായി തീരുന്നെങ്കിൽ ഓർത്തുകൊള്ളണം, ദൈവം എന്തൊക്കെയോ ചെയ്യാൻ ആരംഭിക്കുന്നതിന്റെ നാന്ദി കുറിക്കുകയാണ്. കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ ആരെയും കിട്ടുന്നില്ല. കാണുന്നവരെല്ലാം മുഖം തിരിച്ചു പോകുന്നുവെങ്കിൽ നമ്മളെ ദൈവം തള്ളിക്കളയുന്നില്ല. സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഒരു വാക്കുകൂടി ഞാൻ മുമ്പോട്ട് പറയട്ടെ. ഒരു ഭൂതം ബാധിച്ച ഒരു സ്ത്രീയെ സൗഖ്യമാക്കിയപ്പോൾ പൗലോസിനും ശീലാസിനും കയ്യടിയല്ല കിട്ടിയത്, ജയിലാണ് കിട്ടിയത്. നമ്മളാണെങ്കിൽ എന്താ പറയുന്നത്? ഒരു സഹോദരിയെ സൗഖ്യമാക്കിയല്ലോ, നാളെ മുതൽ വലിയ ഫ്ലക്സ് അടിച്ചിട്ട് ദൈവത്തെ ക്രൂസൈഡിനെ വിളിക്കാം, രോഗശാന്തി വരപ്രാപ്തനുള്ള ദേവനെ വിളിക്കാം. എന്നാൽ പൗലോസിനും ശീലാസിനും കിട്ടിയത് എന്തായിരുന്നു? ജയിൽ. നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല. പക്ഷെ ജയിലിനകത്ത് പോയപ്പോഴാണ് ഒരു ജയിൽ സൂപ്രണ്ടിനെ രക്ഷയുടെ അനുഭവം. ഈ ജയിൽ സൂപ്രണ്ടിന്റെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭൂതം ബാധിച്ച സ്ത്രീ സൗഖ്യമാകണം. എങ്കിൽ മാത്രമേ പൗലോസിനും ശീലാസിനും ജയിലിനകത്തേക്ക് പോകാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. ഞാൻ ഒരു വലിയ ഗുണമല്ല ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചില ചിന്തകൾ, ഇന്ന് ഈ വർഷത്തിന്റെ പുതിയ ആരംഭ ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കേണ്ട ചില ചിന്തകൾ, ജീവിതത്തിലെ പ്രതിസന്ധികൾ നമ്മളെ തകർത്ത് കളയുവാനല്ല. 2026 ചില പ്രയാസങ്ങളും വേദനകളും പ്രതികൂലങ്ങളും നമുക്കെതിരെ കടന്നു വരുമ്പോൾ എന്നെ കൈവിട്ടെന്ന് ആരും പറയരുത്. നമ്മുടെ കൂടെ സ്വർഗത്തിലെ ദൈവമുണ്ട്. അവിടെ ദൈവത്തിന് ചില നമ്മൾ ചെയ്തെടുക്കുവാൻ ആരംഭം കുറിക്കുന്ന ദിവസങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം പറയുവാൻ ഒരു ഏലിയാവിനെ എന്നും സുഖമായിരുന്നു. ദൈവത്തിന്റെ ആലോചന കൊടുത്തു. കരിയത്തോട് രാവിലെ വൈകിട്ടും ആരപ്പുറച്ചു നടക്കുന്നത് കാക്ക. ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും കാക്ക ഇറച്ചി അപ്പം കൂടെ തന്നിട്ടുണ്ടോ?
എന്തോ മുട്ട കൊടുക്കുന്നുണ്ട്. മുട്ട കൊടുക്കുന്നുണ്ട്. അതെ, ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന ചില പുതുവഴികളുണ്ട്. ചിലപ്പോ കാക്കയായി ചിലപ്പോൾ പറയല്ലോ, ഇന്ന് കാക്ക വന്നില്ലല്ലോ, ദിവസം നമ്മൾ വന്നിട്ടില്ലേ, ഇന്ന് കാക്ക വന്നില്ലല്ലോ. കാരണം ഏരിയാവിന് അപ്പം മുട്ട കൊടുത്തെങ്കിൽ ചിലപ്പോൾ ദൈവം നമുക്ക് ചിലതെല്ലാം കൊണ്ടുത്തരുന്നത് ലോകം ചിന്തിക്കാത്ത നിലയിലാണ്. കരിയറിലോട്ട് ഒളിച്ചിരിക്കുന്നവന് വേണ്ടി ദൈവം ചിലതെല്ലാം ഒരുക്കി കൊടുക്കും. അത് സുഖമാണ്. കാരണം അവിടെ ഇരുന്ന് എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉപവസിക്കുകയല്ല, പ്രാർത്ഥിക്കുക. കാരണം ഉപവസിക്കല്ലെന്ന് പറയാൻ കാരണം എന്താ? രാവിലെ വൈകിട്ടും അപ്പവും ഇറച്ചിയാണ് കിട്ടുന്നത്, കോട്ടി കുടിക്കാൻ വെള്ളവും. ചില സമയത്ത് ഉപവസിക്കാൻ വേണ്ടി ദൈവം സമയം എടുക്കും, ചില സമയത്ത് ആഹാരം കഴിക്കാൻ വേണ്ടി. ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമാണ്, പണ്ട് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, അന്ന് കഴിക്കാനില്ലായിരുന്നു. ഇന്ന് കഴിക്കാൻ ആവശ്യം പോലെയുണ്ട്, ഏത് കഴിക്കണം എന്നറിയത്തില്ല, കഴിക്കാൻ പറ്റുന്നില്ല. കാരണം PhD ഉണ്ട്, PhD കിട്ടിക്കഴിയുമ്പോൾ കഴിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയാ? പ്രഷർ, ഹാർട്ട്, ഇനി ഡയബറ്റിക്സ്, ഇതെല്ലാം കൂടെ വന്നപ്പോൾ PhD കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സാധനം കൊണ്ട് കഴിക്കാൻ പറ്റുന്നില്ല. എന്നാൽ ഏലിയാവിന്റെ ജീവിതത്തിൽ ഇതൊന്നുമില്ലാതെ ഇരുന്നപ്പോൾ ദൈവം ഒരു ചുരുങ്ങിയ കാലഘട്ടം അവന് വേണ്ടി ഒരുക്കി കൊടുത്തത് അവൻ ഇരുന്ന് ദൈവസേന കൃപകൾ പ്രാപിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ ഒരു കാര്യം കൂടി ഇതിനിടയ്ക്ക് പറയട്ടെ, ഇതിനോട് ചേർന്നുള്ളതല്ലെങ്കിലും ഇവിടെ ഒത്തിരി മാതാക്കൾ ഇരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ ഇന്ന് കടന്നു വന്നപ്പോൾ ഒരു മാതാപിതാക്കൾ അമ്മച്ചി പറയാനിടയായിരുന്നു, ഞാൻ ഇവിടങ്ങളിലെല്ലാം ട്രാക്ട് കൊടുത്തു, ഇനി തിരിച്ചു പോകുമ്പോൾ ഈ ബാക്കിയുള്ള സ്ഥലങ്ങൾ ട്രാക്ട് കൊടുത്തിട്ട് തിരിച്ചു പോവുകയുള്ളൂ. സിവിൽ പാസ്പോർട്ട് പോയി കൊടുത്ത് വരാനില്ല. അതിനപ്പുറത്ത് വരെ ഞാൻ ട്രാക്ട് എല്ലായിടത്തും കൊടുത്തു. ഇനി ഉച്ച കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളുടെ ട്രാക്ട് കൊടുത്തിട്ടേ പോകുന്നു. അങ്ങനെ മനസ്സൊരുക്കമുള്ള ദൈവമക്കളെ നോക്കി അദ്ദേഹത്തിന് സ്തോത്രം ചെയ്യാം. എത്ര നാൾ ഒരു നടന്ന് കൊടുക്കാൻ പറ്റും നമുക്ക് അറിയത്തില്ലെന്നേ. ഒരു 10 കൊടുക്കാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് പരസ്യമായിട്ട് അറിയാം, ജോയ് പാസ്റ്റർ എവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കരിയത്തോട്ട് എന്നും ഇരുന്നാൽ വേണ്ടിയല്ല. പുറത്തോട്ട് നടക്കണമെങ്കിൽ ഇങ്ങനെ പരസ്യവും അന്വേഷണമായി നിങ്ങൾ മുമ്പോട്ട് ഇറങ്ങുമ്പോൾ ജോയ് പാസ്റ്റർ നിങ്ങളെ കൂടെ ഉണ്ടാകും. കാരണം ദൈവം എന്നും കരിയത്തോട്ട് ഇരുത്താൻ വേണ്ടി അല്ല ദൈവം അവിടെ നിന്ന് ആ കരിയത്തോട്ട് ഏരിയാവ് കടന്നു പോകുന്നത് അപ്പം ചോദിച്ചു വാങ്ങാൻ. നേരത്തെ അപ്പം കൊണ്ട കൊടുക്കുകയായിരുന്നെങ്കിൽ വിധവയുടെ വീട്ടിൽ ചെന്ന് ചോദിച്ചു വാങ്ങും. ഇനി കർമ്മേലിന്റെ കൊടുമുടിയിൽ ജീവനുള്ള ദൈവമാരാണ് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം പിറ്റേ ദിവസം കേൾക്കുന്ന വാക്കെന്താണ്? നാളെ ഈ നേരമാകുമ്പോൾ നിന്റെ ജീവനെ അവൻ ഒരുവന്റെ ജീവനെ പോലെയാണ്. പറഞ്ഞതാരാണ്? ഇസബേലിന്റെ വാക്ക് കേട്ടപ്പോഴത്തേക്കും ഏലിയാവിനെ മുട്ടടിച്ചു. അടുത്തായിട്ട് പറയുന്നത് കരിയത്ത് കിടന്ന ഏലിയാവല്ല, അവിടെ നിന്ന് കൃപ പ്രാപിച്ച ഏലിയാവല്ല. അവിടെ ചൂരച്ചെടിയുടെ ചൂട്ടിക്കിടന്ന് പറയണം, മതി യഹോവയെ മതി, എന്റെ പ്രാണനെ നീ അങ്ങ് എടുത്താൽ മതി. അങ്ങനെ പറഞ്ഞു പലരുകൊണ്ടല്ലോ. എന്നിട്ട് എടുക്കാതിരുന്ന് എന്താണെന്ന് അറിയാമോ? അവങ്ങനെ എടുക്കാൻ വേണ്ടിയുള്ളതല്ല. ഇവിടെ ഉള്ളവർക്ക് എനിക്ക് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലും എന്നാൽ ഈ മതി എന്ന് പറഞ്ഞ് കിടന്ന ഏലിയാവിനെ ദൂതം വന്ന് തട്ടി ഉണർത്തി തിന്നും കുടിച്ച് പിന്നെ കിടന്നു. വീണ്ടും തട്ടി ഉണർത്തിയിട്ട് എത്ര ദിവസമാണ്? 40 ദിവസം ദൈവത്തിന്റെ പർവ്വതമാകുന്ന പോരേക്കോളം നടന്നു. അവിടെ ഗുഹയിൽ കിടന്നു. ഗുഹയിൽ നിന്നും ദൈവം അവന് ചില ദൂതുകൾ നൽകി കൊടുത്തു. പിന്നെ എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമല്ലോ, നമുക്കറിയാവുന്നതുകൊണ്ട് ബാക്കിയൊന്നും എടുക്കാത്തത്. 3 അഭിഷേകത്തിന്റെ ശുശ്രൂഷ അല്ലേ? ഹസായേലിനെ ആരാമിന് രാജാവായിട്ടും യേഹൂവിനെ ഇസ്രായേലിന് രാജാവായിട്ടും 2 രാജാക്കന്മാരെ അഭിഷേകം. 3ാമത്തെ അഭിഷേകം തനിക്ക് ശേഷമുള്ള ഏലീശയും അഭിഷേകം ചെയ്യും. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, നമ്മളാണെങ്കിൽ ചിന്തിക്കുന്നത് കർമ്മേലിന്റെ കൊടുമുടിയിൽ ജീവനുള്ള ദൈവമാരാണ് തീയിൽ കൂടി വെളിപ്പെടുത്തുന്നതാണ് വലിയ ശുശ്രൂഷ. അല്ല,
അതിനേക്കാൾ വലിയ ശുശ്രൂഷ ഇവിടെ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോഴേ ഏലിയാവ് പറയുന്നത് മതി യഹോവേ മതി, ഈ ഇനി എനിക്ക് ജീവിക്കണ്ട, ഞാൻ ചത്താ മതി. നമ്മൾ മലയാള ഭാഷയിലാണ് പറയുന്നത് ചത്താ മതി. എന്നാൽ ചത്താ മതി എന്ന് പറയുന്നവനെ കൊല്ലാൻ വേണ്ടിയല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അടുത്ത വലിയ ശുശ്രൂഷ ആരംഭിക്കാൻ വേണ്ടിയാണ്. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും വരുമ്പോൾ, ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, നമുക്ക് മതിയെന്ന് പറയാനുള്ള ചിന്തകൾ വരുമ്പോൾ ഓർത്തുകൊള്ളണം, സ്വർഗത്തിലെ ദൈവം നമ്മളെ മതിയാക്കുവാനല്ല, അടുത്ത ശുശ്രൂഷയിലേക്ക് കൈപിടിച്ച് വഴിനടത്താൻ വേണ്ടിയാണ് ദൈവം അടുത്ത ശുശ്രൂഷയിലേക്ക് കൈപിടിച്ച് നടത്തുമ്പോൾ ഇതുവരെയും ആരും ചെയ്യാത്ത ചില ശുശ്രൂഷകൾ, അഭിഷേകം, ചില വ്യക്തികളെ അഭിഷേകം ചെയ്യാൻ രണ്ട് രാജാക്കന്മാരെ ആരോഗ്യം ഹസായേലിനെയും യേഹൂദിനെയും ഇസ്രായേലും ആരാധനും രാജാക്കന്മാരായിട്ട് അഭിഷേകം ചെയ്യുന്ന, അഭിഷേകത്തിന്റെ അത്ഭുതത്തിന്റെ ശുശ്രൂഷക ചെയ്യാൻ ഈ ഏലിയാവ് ഉള്ളപ്പോൾ ഏലിയാവ് മാനുഷികമായിട്ട് ചിന്തിക്കുന്നത് ഇനി ഞാൻ മരിച്ചു പോകും, ഇസ്രായേലിന്റെ വാള് കൊണ്ട് മരിക്കുന്നതിനുണ്ട്, ദൈവമേ അത് പറയാനല്ല ദൈവം നമ്മളെ ഓരോരുത്തരെയും ഓരോ ശുശ്രൂഷകളെ പിടിക്കുന്നത്. എന്ന് പറയാനുള്ളതല്ല, അടുത്ത ശുശ്രൂഷ മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ടുപോയിട്ട് ദൈവത്തിന് ചെയ്യാനുള്ളത് ഓരോന്നും നമ്മെ കൂടി ചെയ്തെടുക്കുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഞാനൊരു തൂത് വിളിച്ചു പറയട്ടെ, 2026 ചിലപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകളും പ്രയാസങ്ങളും നമുക്ക് നേരെ കടന്നു വരാം. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഏലിയാവിന് വേണ്ടി ദൈവം കൂടി ഇരുന്നത് പോലെ, യോസേഫിനോട് കൂടി ഇരുന്നത് പോലെ എന്റെ കൂടെ സ്വർഗത്തിലെ ദൈവം ഉണ്ടെങ്കിൽ ഇതിനകത്ത് എന്നെ കാര്യം വഴി നടത്തും. ഞാൻ വീണു പോകാനല്ല, ഞാൻ തകർന്നു പോകുവാനല്ല എന്നെ വിളിച്ചത്. ദൈവം വേണ്ടി എന്തൊക്കെയോ ചെയ്യുക എന്ന് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇനി ഞാൻ ഇറങ്ങുന്നില്ല, ഇത്രയും നാൾ ഓടി നടന്നിട്ട് എനിക്ക് ആത്മാക്കളെ കിട്ടിയില്ല, ഞാൻ മടുത്തു എന്ന് പറഞ്ഞ് വിളിക്കുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് തൂത് പറയുകയാണ്, നിന്റെ കാലം കണ്ടിട്ടില്ല, നിന്റെ കാലുകൾ മുമ്പോട്ട് വെച്ചു, സ്വർഗത്തിലെ ദൈവം പ്രവർത്തിക്കാൻ ആരംഭിക്കുന്നത്. നമ്മുടെ മാനുഷിക നിലയിൽ പറയും എല്ലാം കഴിഞ്ഞു, ഇനി എന്നെ കൊണ്ടൊന്നും നടക്കുകയില്ല, എന്റെ ആരോഗ്യം നിന്നുകൊണ്ടിരിക്കുക, കഴിഞ്ഞ കാലത്തെ പോലെ ഓടി നടക്കാൻ എന്റെ കാലിന് ബലമില്ല, കാലിന് ബലമില്ലാത്തത് പേടമാന്റെ കാലിന് തുല്യമായി ബലം കൽപ്പിക്കുന്ന ഒരു അനുഭവം നമ്മുടെ കൂടെ. നമ്മൾ അറിയാത്ത ചിലതിനെല്ലാം നമ്മുടെ കൂട്ടിനകത്തേക്ക് കൊണ്ടുവന്ന് ഒന്നും കൂടി പറയട്ടെ, കഴിഞ്ഞ കാലങ്ങൾ ഓടി നടന്നെങ്കിൽ ഇനി ചിലപ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കാനാണ് ദൈവം കൃപ തരുന്നതെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിച്ചോണം, അവിടെ ദൈവം ചിലരെല്ലാം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. നമ്മുടെ സഭയ്ക്കകത്തേക്ക് നമ്മൾ അറിയാത്ത ചിലതിനെ കൊണ്ടുവന്നത് നമ്മൾ പറയും ഇതൊക്കെ വെറുതെ എത്ര നാളായി കേൾക്കുന്നത്, ആര് കൊണ്ടുതരാൻ, ആരും കൊണ്ടുതരികയില്ല, ഞാനും കൊണ്ടുതരികയില്ല, ജോയ് പാസ്റ്റർ തരികയില്ല, അനവി പാസ്റ്റർ, സെബി പാസ്റ്റർ, ശ്യാമൽ പാസ്റ്റർ ആരും കൊണ്ടുതരികയില്ല. നിങ്ങൾ അറിയാത്ത നിലകളിൽ ചിലതിനെ ദൈവം കൊണ്ടുതരും. നമ്മൾ അറിയാത്ത നിലകളിൽ ചിലതിനെ നമ്മുടെ കടത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ എന്റെ ദൈവം ചിലപ്പോൾ ഭൂകമ്പം പോലുള്ള ശബ്ദങ്ങളായിരിക്കും,
ചിലപ്പോൾ ഇടി മുഴക്കമായിരിക്കും, ചിലപ്പോൾ തീയായിരിക്കും. ഈ തീ ദഹിപ്പിച്ച് കളയുവാനല്ല, കൊടുങ്കാറ്റുള്ള തകർത്ത് കളയുവാനല്ല, അവസാനമായി ഒരു മൃദുസ്വരം കേൾക്കുന്നത് ഏലിയാവിനോട് മാത്രമുള്ള മൃദുസ്വരമായിരുന്നു. കൊടുങ്കാറ്റ് കാണുവാൻ ഒത്തിരി പേരുണ്ടാകും, തീ കാണുന്ന ഒത്തിരി പേരുണ്ടാകും, മൃദുസ്വരം ഏലിയാവിന് മാത്രം കേൾക്കുവാനുള്ളതാണ്. ആ മൃദുസ്വരമാണ് പറയുന്നത്, ഏലിയാവേ, ഈ മുഖാമുഖത്ത് നിൽക്കുമ്പോൾ ഞാൻ നിന്നെ ചില ശുശ്രൂഷകളെ ഏൽപ്പിക്കുക. എന്താണ്? രാജാക്കന്മാരെ അഭിഷേകം ചെയ്യുക. രാജാക്കന്മാരെ അഭിഷേകം ചെയ്യാൻ മാത്രമല്ല, തനിക്ക് ശേഷം ഒരു ഏലീശയെ അഭിഷേകം ചെയ്യാനുള്ള ശുശ്രൂഷ നിസ്സാരമല്ലല്ലോ. നമ്മൾ ചിന്തിക്കുന്നത് രാജാക്കന്മാരെ അഭിഷേകം ചെയ്താൽ അവരിൽ നിന്നൊക്കെ നന്മ കിട്ടും, അതല്ലേ ഏറ്റവും വലിയ കാര്യം. എന്നാൽ ഒരു ദൈവത്തെ ചിന്തിക്കുന്നത് അതിനേക്കാൾ വലിയ കാര്യമാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഏലിയാവിന് രാജാക്കന്മാരെ അഭിഷേകം ചെയ്താൽ കോളറൊക്കെ ഒന്ന് മുക്കി നിൽക്കാം, സന്തോഷമാണ്. പക്ഷേ താൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ തുടരണമെന്നുണ്ടെങ്കിൽ ഒരു ഏലീശ ഇറങ്ങി വേണം. രാജാക്കന്മാർ ഒരു ഏകു ഇല്ലെങ്കിൽ വേറെ ഏകു വരും. എന്നാൽ ആ സ്ഥാനത്ത് ഒരു ഏലീശ വന്നെങ്കിൽ മാത്രമേ ഏലിയാവിന് ശേഷമുള്ള ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി മുമ്പോട്ട് കുതിക്കാൻ പറ്റുകയുള്ളൂ. എന്റെ പ്രിയമുള്ള കർത്തൃദാസന്മാരെ, ഞാൻ ഒരു കാര്യം ഓർപ്പിക്കട്ടെ. നമ്മളെന്തെയും ഒരു വലിയ ശുശ്രൂഷ ഏൽപ്പിച്ചിരിക്കുമ്പോൾ നമുക്ക് പിൻഗാമികളായി ചില ഏലീശമാരെ തിരഞ്ഞെടുക്കാനുള്ള കാലഘട്ടമായി ഈ 2026 കണ്ടെത്താം. ഇന്നും പലരും പറയുന്നു, ഞാനൊരു ശുശ്രൂഷകനായതുകൊണ്ട് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പലപ്പോഴും പലരും ചിന്തിക്കുന്ന ഒരു കാര്യം, ഞാൻ ഒരുവനെ വളർത്തിക്കൊണ്ടു വന്നാൽ അവൻ നാളെ എന്റെ തല കയറി എന്നെ ചവിട്ടി പുറകോട്ടാക്കും, അവൻ മുമ്പിൽ കയറും. മുമ്പിൽ കയറട്ടെ, കുഴപ്പമില്ല, മുമ്പിൽ കയറട്ടെ. കാരണം ഞാൻ ഉള്ളിടത്തോളമേ അവനെന്നെ ചവിട്ടാൻ പറ്റുകയുള്ളൂ. ഞാൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചെയ്തതിനേക്കാൾ വലിയ ശുശ്രൂഷ ചെയ്യണമെങ്കിൽ അവൻ കടന്നു വരണം. ഞാൻ പലപ്പോഴും ചിന്തിക്കുന്ന കാര്യം, ഞാൻ ആരെയൊക്കെ ഉയർത്തിക്കൊണ്ട് വന്നാലും അവരാരും എന്നെ ചവിട്ടുകയില്ല. കാരണം അവരെ ഞാൻ കൈപിടിച്ച് ഉയർത്തുമ്പോൾ അവരുടെ വലങ്കര എൻ്റെ കൂടെ എൻ്റെ തോളലുണ്ടാകും. നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുള്ളത്, വരും കാലങ്ങളിൽ അനേകരെ ശുശ്രൂഷയിലേക്ക് വളർത്തിക്കൊണ്ടുവരുവാനുള്ള വലിയ ഉത്തരവാദിത്വം. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാനോ കുറയാം, അവനോ വളരാം. പെന്തക്കോസ്ത് സഭയുടെ മുഖമുദ്രയായി, പെന്തക്കോസ്ത് സഭയുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഞാനോ കുറയണം, അവനോ വളരണം. ആ ചിന്താഗതി പറഞ്ഞാൽ അവൻ എന്നെക്കാൾ ഉയരുന്നുള്ള ചിന്ത നമ്മളെ ആരെയും ഭരിക്കുകയില്ല. എന്നേക്കാൾ നന്നായി പ്രസംഗിക്കുമ്പോൾ ഞാൻ സ്തോത്രം പറയുന്നില്ലെങ്കിൽ എന്റെ ഉള്ളിൽ ഭരിക്കുന്നത് ദൈവാത്മാവല്ല. അതുകൊണ്ട് സന്തോഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ ദൈവസന്നിധിയിൽ വിശ്വസ്തനാണെന്ന് അതിന്റെ തെളിവ്. ഞാൻ എഴുതിക്കൊണ്ടുവന്ന പ്രസംഗമൊന്നുമല്ല, എനിക്കറിയത്തില്ല എന്താ ദൈവം ഇങ്ങനെയൊക്കെ നയിക്കുന്നത്, എനിക്ക് പിടികിട്ടുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതിനകത്ത് നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഏലിയാവിന്റെ കൂടെ ഏലീശാണെങ്കിൽ ഏലീശയുടെ നേരിടുന്ന പുതപ്പ് വീഴുന്നതുവരെയും ഏലീശയുടെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഏലിയാവിന്റെ കൈക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് ഏലീശ കൂടെ ഏലീശയെ കൂടെ കൊണ്ടു നടന്നെന്ന് പറഞ്ഞുകൊണ്ട് എന്നും ഏലിയാവിന്റെ കൂടെ ആരുണ്ടായിരുന്നു? ഏലീശ ഉണ്ടായിരുന്നു. ഈ ഏലീശ ഉണ്ടായിരുന്നത് കൊണ്ട് എന്നാ ഏലീശയുടെ ശുശ്രൂഷ ആരംഭിച്ചതെന്നറിയാമോ? ഏലിയാവ് എടുത്തുകൊള്ളപ്പെട്ടപ്പോൾ ആ പുതപ്പ് വീണപ്പോൾ, ഞാൻ അടുത്തൊരു വാക്ക് പറയാം, ഏലിയാവ് ചെയ്ത ഈ
ഇരട്ടി ശുശ്രൂഷകൾ ചെയ്ത ഏലീശയായിരുന്നു. ഏലിയാവ് ചെയ്തത് ഇരട്ടി അത്ഭുതങ്ങൾ ചെയ്തതും ഏലീശയായിരുന്നു. ആത്മാവിന് ഇരട്ടി ശക്തി വന്നപ്പോൾ ഇരട്ടി അത്ഭുതങ്ങൾ ചെയ്തതാണ് ദൈവം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മളെ ഒരാളെ ഉയർത്തിക്കൊണ്ടുവരാൻ തുടങ്ങുമ്പോൾ നമ്മൾ അവരെ പ്രോത്സാഹിപ്പിച്ച അവൻ ഇന്നലെ നാളെ അവരുടെ ശുശ്രൂഷയിൽ വളർന്നു പന്തലിക്കുവാൻ എനിക്ക് അവിടെ കുറച്ച് ശിഷ്യന്മാർ കേരളത്തിൽ പല സ്ഥലത്തുണ്ട്. ആരുടെ പേര് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നില്ല. കാരണം അവർ ഓരോ ദിവസവും എനിക്ക് പറയാൻ സാധിക്കുന്നത്, സന്തോഷത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അവരെല്ലാവരും എന്നെക്കാൾ മികച്ചവർ. അവരെല്ലാവരും പ്രസംഗത്തിലും പാട്ടിലും ശുശ്രൂഷയിലും എന്നേക്കാൾ മികച്ചമാർ എല്ലാവരും. അത് ഓരോ ദിവസം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യും. കാരണം അവരെ വളർന്നു വന്നെങ്കിൽ നാളെ ദൈവസഭയുടെ വളർച്ചയുണ്ടാകില്ല. ഏലിയാവിന്റെ ശുശ്രൂഷ തീരുന്നത് തൊട്ടു മുമ്പല്ല ഏലീശയെ തെരഞ്ഞെടുത്തത്. ഏലീശയെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ഏലിയാവ് കുറെ നാളുകൾ ജീവിച്ചിട്ടും വീണ്ടും ആ ശുശ്രൂഷയെല്ലാം പൂർത്തീകരിച്ച് കഴിഞ്ഞപ്പോൾ ഏലീശ ശുശ്രൂഷ കണ്ടുപിടിച്ചു. നമ്മളെ ഏൽപ്പിക്കുന്ന നമ്മുടെ ശുശ്രൂഷകൾ തുടർമാനം മുമ്പോട്ട് നയിക്കുവാൻ ദൈവം നമ്മെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരെ ഫലമേൽപ്പിക്കാൻ, വിശ്വസ്തരായവരെ ഫലമേൽപ്പിക്കാൻ നമ്മൾ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ഞാൻ എൻ്റെ ചിന്താഗതിയായിരിക്കുകയല്ല എല്ലാവരുടെയും ചിന്താഗതി. ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ആരെയും തല ചവിട്ടി കയറിയിട്ടാണെങ്കിലും മുകളിലോട്ട് കയറിക്കണം. ആ കാലഘട്ടം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവർ ഞാൻ പറയട്ടെ, ആരും ചവിട്ടിത്താത്തിന് മുകളിൽ കയറേണ്ട. ദൈവം ഒരുവനെ ഉയർത്താൻ തുടങ്ങിയാൽ സ്വർഗത്തിലെ ദൈവം ഉയർത്തും. ചിലപ്പോഴൊക്കെ കുറച്ച് നാളൊക്കെ ജയിലിൽ കിടക്കേണ്ടി വരും. കുറച്ച് നാളൊക്കെ മറ്റുള്ള മുമ്പിൽ ഒന്നുമല്ലാതൊക്കെ ഇരിക്കേണ്ടി വരും. ജയിലിൽ കിടന്ന യോസേഫിനെ അവിടെ നിന്നും വീണ്ടും ദൈവം തെരഞ്ഞെടുക്കുകയായിരുന്നു. ഞാൻ പോട്ട് വരട്ടെ. ഈ യോസേഫിന്റെ ജീവിതത്തിൽ ഒന്നാമത് നമുക്ക് കാണാൻ സാധിക്കുന്ന 40-ാം അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകം 40:3 വരുമ്പോൾ ഒന്ന് വായിക്കാമോ? ഉൽപ്പത്തി പുസ്തകം ഇപ്പൊ യോസേഫിന് കിട്ടിയത് എവിടെയാണ്? കാരാഗ്രഹം. പൊട്ടക്കിണർ, അടിമച്ചന്ത, ചെയ്യാത്ത കുറ്റത്തിന് പേരുദോഷം, ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കാരാഗ്രഹം. കാരാഗ്രഹത്തിൽ യോസേഫ്, ഒന്നുകൂടി പറയാം, ഇന്നത്തെ ഭാഷയിൽ പറയുകയാണ്, യോസേഫ് എന്തിനാ പോയത് കാരാഗ്രഹത്തിൽ? പോക്സോ കേസിനല്ലേ? പോക്സോ കേസിനാണ് പോയിരുന്നത്. പിന്നെ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ? 40-ാം അധ്യായത്തിന് 4-ാം വാക്യത്തിൽ വായിച്ചു. രണ്ടുപേര് ജയിലിലേക്ക് വന്നു. രാജകൊട്ടാരത്തിൽ രണ്ടുപേര്, അപ്പക്കാരുടെ പ്രമാണിയും ബാക്കി അടുത്ത പോലും പാനപാത്രമാകന്മാരുടെ പ്രമാണിയും. ഇവര് രാജാവിന്റെ കൊട്ടാരത്തിലുള്ളവരാണ്. ആരുടെ കയ്യിൽ ഏൽപ്പിച്ചത്? ഈ പോക്സോ കേസ് പ്രതിയുടെ കയ്യിലേക്ക്. ആരെങ്കിലും ഏൽപ്പിക്കുമോ? ഇല്ല. എന്നാൽ യോസേഫ് വിശ്വസ്തയോടെ നിൽക്കുന്നവരാണെന്ന് ആർക്കറിയാമെന്നറിയാമോ? ജയിൽ സൂപ്രണ്ടിന് അറിയാമായിരുന്നു. കാരാഗ്രഹ പ്രമാണിക്ക് അറിയാമായിരുന്നു. യോസേഫ് നീതിമാനാണ്. കുറച്ചു നാൾ ജയിലിൽ വന്നപ്പോഴേക്കും യോസേഫ് ആരാണെന്ന് അവനെ കുറിച്ച് ഈ ജയിൽ സൂപ്രണ്ട് മനസ്സിലാക്കി. പ്രിയമുള്ളവരെ, ലോകം നമുക്കെതിരെ കുറ്റാരോപണം നടത്തുമ്പോഴും, ലോകം നമുക്കെതിരെ കണ്ണു തുറപ്പിച്ചു നോക്കുമ്പോഴും, ലോകത്തിന് മുമ്പിൽ നമ്മൾ ദൈവസ്ഥലയിൽ വിശ്വസ്തയോടെ നിന്നാൽ നമ്മുടെ വിശ്വസ്തത ഒരു ദിവസം പുറത്തു വരുവാനാണ്. നമ്മൾ ആരുടെ മുമ്പിൽ തെളിവുകളൊന്നും കൊടുക്കേണ്ട, സ്വർഗത്തിലെ ദൈവം തന്നെ ഓരോന്നായി വെളിപ്പെടുത്തുവാനിടയാണ്. ഈ അകമ്പടി നായകൻ, ഈ കാരാഗ്രഹ പ്രമാണി യോസേഫിന്റെ കയ്യിലേക്ക് ഇവരെ രണ്ടുപേരും ഏൽപ്പിക്കുകയാണ്. അവരുടെ പ്രവർത്തികൾ യോസേഫ് അതിന്റെ 39-22 വാക്യത്തിൽ വായിക്കുന്നത്,
കയ്യിൽ നിന്നുള്ളതിന് ഇംഗ്ലീഷ് വാക്ക് കൊടുത്തിരിക്കുന്ന അണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ, അവന്റെ കീഴിലാക്കി. ഇപ്പോൾ കാരാഗ്രഹ പ്രമാണി സൂപ്രണ്ടായിട്ട് ഇരിക്കുന്നെങ്കിലും ഈ ജയിൽ പുള്ളിയാണ് ഇപ്പോൾ കാരാഗ്രഹത്തിലുള്ളവരുടെ എല്ലാവരുടെയും മേലാണ്. യോസേഫ് ശരിക്കും പറഞ്ഞാൽ വന്നതിനാ ഒരു കുറ്റക്കാരനായിട്ട്, ഒരു പ്രതിയായിട്ടാണ് വന്നത്. എന്നാൽ ജയിലിലായിരിക്കും എല്ലാവരുടെയും മേലാളായിട്ട് ഇപ്പൊ ദൈവം യോസേഫിനെ കൊടുത്തിരിക്കുകയാണ്. ചില സന്ദർഭങ്ങളിലൊക്കെ ചില സ്ഥലങ്ങളിലേക്ക് ദൈവം നമ്മളെ അയക്കുന്നെങ്കിൽ അതിന് ദൈവത്തിന് പദ്ധതിയുണ്ട്. പ്രിയ ആന്റണി പാസ്റ്റർ പറഞ്ഞതുപോലെ ജോയ് പാസ്റ്റർ തൃശ്ശൂര് ഇരിക്കാൻ നേരമില്ലാതെ കണ്ടിന്യൂസ് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന ദേവദാസനാണ്. ചിലപ്പോൾ ദേവദാസനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്നെ ദൈവത്തിന് ഇങ്ങോട്ട് കൊടുക്കുന്നത് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അവിടെ ചെയ്തുകൊണ്ടിരുന്നതിന്റെ ഒരു ചെറിയ അംശം പോലും ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന് അറിയത്തില്ല. എന്നാൽ ഇവിടെ കൊണ്ടുവന്ന് കഴിയുമ്പോഴും ചിലരെ ദൈവം കരങ്ങളിലേക്ക് എത്തിച്ച് ചില പുതിയ ശുശ്രൂഷകൾ എത്തിക്കാൻ കഴിയാം. നമ്മൾ അറിയാത്ത നിലകളിൽ ഉള്ള ശുശ്രൂഷകൾ ചെയ്തെടുക്കണമെങ്കിൽ ചിലരെ ദൈവത്തിന് ആവശ്യമുണ്ട്. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് ചിലരുടെ ദൈവം നമ്മളെ പറിച്ച് നടന്നതിന് ചില പദ്ധതികളുണ്ട്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയൊക്കെയല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല. നമ്മൾ അറിയാത്ത നിലകളിൽ ചിലപ്പോൾ ദൈവം നമ്മളെ പറിച്ച് നടന്നു. ആ പറിച്ച് നടന്നതും ദൈവത്തിന്റെ പദ്ധതി നമ്മൾ ഉദ്ദേശിക്കുന്ന നിലയിലായിരിക്കുകയില്ല, നമ്മൾ ചിന്തിക്കുന്ന നിലയിലുമായിരിക്കുകയില്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കായിരിക്കുകയില്ല നമ്മൾ കടന്നു പോകുന്നതെങ്കിൽ അവിടേക്ക് ദൈവം അയക്കുന്നതിന് എന്തെങ്കിലും പദ്ധതി ഉണ്ടായിരിക്കും. ആ കാരാഗ്രഹത്തിൽ യോസേഫ് ആയിരിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാവരും യോസേഫിന്റെ കീഴിലേക്ക് വന്നു. ഇനി താഴോട്ട് നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് 40-ന്റെ 4-ാം വാക്യത്തിൽ കൊണ്ട് വായിക്കുന്നു. ഒന്നുകൂടെ വായിക്കാമോ? അകമ്പടി നായകൻ അവനെ യോസേഫിന്റെ പക്കൽ ഏൽപ്പിച്ചു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. അവൻ അവർക്ക് ശുശ്രൂഷ ചെയ്തു. ആര്? യോസേഫ് കാരാഗ്രഹത്തിൽ ഉള്ളവർക്ക് ശുശ്രൂഷ ചെയ്തു. ഇപ്പം യോസേഫ് ആണോ മറ്റുള്ളവരാണോ വലിയ? യോസേഫ് ആണോ മറ്റുള്ളവരാണോ വലിയ? നിങ്ങൾ പറഞ്ഞു. രണ്ടും അർത്ഥവും വന്നിട്ടുണ്ട്. ഒരു കൂട്ടർ പറഞ്ഞു യോസേഫ് അവരുത്, മറ്റുള്ളവർ പറഞ്ഞു മറ്റുള്ളവരവരുത്. യോസേഫിന്റെ കൈക്കീഴിൽ അല്ലെങ്കിൽ അവന്റെ കീഴിലുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നത് ആരാണ്? യോസേഫ്. എന്നാൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, യോസേഫ് അവരുടെ കൈക്കീഴിൽ നിന്നുകൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യുമ്പോൾ യേശു ഭൂമിയിലായിരുന്നു ചെയ്തൊരു ഉദാഹരണം നിങ്ങൾക്ക് മനസ്സിലാക്കും. ഒരിക്കൽ യേശു ഒരു തോർത്തെടുത്ത് ഒരു കെട്ടൊക്കെ കെട്ടി വെള്ളമെടുത്ത് പതിയാണ് ശിഷ്യന്മാരുടെ കാലുകൾ. ആരാ വരുന്നത്? യേശുവാണോ ശിഷ്യന്മാരാണോ വരുന്നത്? മിനിസ്റ്റർ. പക്ഷേ അതിന് യഥാർത്ഥ അർത്ഥം എന്താണെന്ന് അറിയാമോ? ശുശ്രൂഷകൻ. ശുശ്രൂഷിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുമ്പോൾ ഒരു വലിയ ഉത്തരവാദിത്വമാണ് ദൈവം. എന്റെ പ്രിയപ്പെട്ട ദൈവദാസന്മാരുടെ ഭാര്യമാരുണ്ടെങ്കിൽ ഞാൻ പറയട്ടെ, ദൈവം നമ്മളെ ഒരു വലിയ ശുശ്രൂഷയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് നമുക്കൊരു ഉത്തരവാദിത്വമായിരിക്കുമ്പോൾ തന്നെ അതൊരു കടമയാണ്. യോസേഫിന്റെ കൈക്കീഴിലാണ് ഇവരെല്ലാവരും ഉള്ളത്. പക്ഷേ അവൻ അതൊരു ശുശ്രൂഷയായിട്ടാണ് ഏറ്റെടുത്തത്. അവനത് പദവിയല്ലായിരുന്നു, പിന്നെന്തായിരുന്നു? ശുശ്രൂഷയായിരുന്നു. ഞാൻ പറയുന്നത് തെറ്റിദ്ധരിക്കും. നമ്മൾ എത്രത്തോളം ഉയരുന്നുവോ അത്രത്തോളം നമ്മുടെ തലയ്ക്ക് ഭാരം കൂടുകയും
ഇവിടെ ദേവദാസന്മാരുണ്ട്. ജോയിവാസ് സെൻട്രൽ പാസ്റ്റർ ആയിരുന്നു. ഒരു ലോക്കൽ സഭയുടെ പാസ്റ്റർ ആയിരുന്നപ്പോൾ ഉണ്ടായിരുന്നതിന് എന്തുമാത്രം തല ഋഷിയുടെ ഇത്രയും തലമുടി നരച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇവിടെ വന്നിട്ട് എത്ര നരച്ചത് വേറെ എന്താണെന്നറിയാമോ? അത്രത്തോളം ഭാരം തലയിലേക്ക് കയറി, അത്രത്തോളം ശുശ്രൂഷയുടെ ഭാരം തലയിലേക്ക് കയറി. മറ്റുള്ളവരെ ശുശ്രൂഷിക്കുക. ഞങ്ങൾ ഓരോരുത്തരും, ഞങ്ങൾ ഓരോരുത്തരും നമ്മൾ എത്രത്തോളം ദൈവം നമ്മളെ ഓരോ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുവോ അത്രത്തോളം നമ്മൾ താഴുകയാണ്. മറ്റുള്ളവർ നമ്മുടെ കരങ്ങളിലേക്ക് വരുമ്പോൾ അവരെ ശുശ്രൂഷിക്കാനുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ ദൈവം നമ്മുടെ കരങ്ങളിലേക്ക് ജയിൽ ശുശ്രൂഷയുടെ അല്ലെങ്കിൽ ജയിലായിരിക്കുമ്പോൾ ഈ ശുശ്രൂഷ എന്നുള്ളത് യോസേഫിന്റെ ജീവിതത്തിൽ ശുശ്രൂഷയുടെ ഒരു ഭാഗമായിട്ട് നമ്മളിവിടെ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന പലരുണ്ടായിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, നമ്മൾ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുമ്പോൾ നമ്മൾ ശമ്പളം വാങ്ങാൻ വേണ്ടി ജോലി ചെയ്യുക. മറിച്ച് നമ്മൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യുന്നെങ്കിൽ അതൊരു ശുശ്രൂഷയായിട്ട് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമുക്ക് വിശ്വസ്തയോടെ ചെയ്യാൻ പറ്റുകയുള്ളൂ. 10 മണി മുതൽ 4 മണി വരെ ജോലി ചെയ്യാനുള്ള സമയമാണെങ്കിൽ നമ്മൾ അതൊരു ശുശ്രൂഷയായിട്ട് ചെയ്യുന്നെങ്കിൽ നമുക്ക് ഭാരമുണ്ടാകുകയും, എന്നാൽ ഇതിന്റെ ഓണർ വരുമ്പോൾ കണക്ക് ചോദിക്കുമെന്നുള്ള ചിന്തയോടെയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്കതൊരു വലിയ ഭാരം തന്നെയായിരിക്കും. ഞാൻ ചോദിക്കട്ടെ, പലരും പറയാറുണ്ട്, ഞാൻ ഒരാളോട് സുവിശേഷം പറഞ്ഞില്ല, പക്ഷെ അത് ശുശ്രൂഷയായിട്ടാണ് നമ്മൾ കണ്ടെത്തുന്നതെങ്കിൽ സുവിശേഷ വേലയുടെ ഭാരമുണ്ടാകും. പക്ഷേ അത് ദൈവം ഏൽപ്പിച്ച് നിങ്ങളുടെ ചിന്താഭാരമായി നമ്മളെ ധരിക്കണം. ശുശ്രൂഷ എന്ന് പറയുന്ന ഒറ്റ വാക്കുകളിൽ പറഞ്ഞ നിർത്തട്ടെ. ശുശ്രൂഷ എന്ന് പറയുന്നത് അധികാരമല്ല, ദൈവസഭയുടെ താഴ്മയാണ്. യോസേഫിന്റെ ജീവിതത്തിൽ ഇനി പൊത്തിപ്പേരുടെ വീട്ടിൽ വലിയ ജോലി ചെയ്തില്ലെങ്കിൽ ഇവിടെ എനിക്ക് വലിയ അധികാരം കിട്ടിയല്ലോ എന്നല്ല, അവൻ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെടുകയായി. ഇനി 40-ാം അധ്യായത്തിൽ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒന്ന് വായിക്കാമോ? രാവിലെ യോസേഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അടുത്തതായി കാണുന്നത്, രാവിലെ യോസേഫ് വന്ന് അവരെ കാണുമ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നു. ആരാണെന്നറിയാമോ? അപ്പക്കാരുടെ പ്രമാണിയും പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയും. കഷ്ടതയിലായിരിക്കുന്നവർക്ക് മാത്രമേ കഷ്ടതയിലിരിക്കുന്നവർക്ക് ആശ്വാസം നൽകാൻ പറ്റുകയുള്ളൂ. ഒരു ഉദാഹരണം, പല്ലുവേദന ഉണ്ടായിട്ടുള്ളവരുടെ കൈവന്നിക്ക് അതൊക്കെയുണ്ടല്ലേ. ഈ പല്ലുവേദന ഉണ്ടാക്കാത്ത ഒരു വ്യക്തിയോട് പല്ലുവേദനയെ പറ്റി എത്ര പറഞ്ഞാലും മനസ്സിലാവുമോ? ഇല്ല. പല്ലുവേദന ഉണ്ടായിട്ടുള്ള ഒരു വ്യക്തിയോട് ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, പല്ലുവേദനയായിരുന്നു പറഞ്ഞാൽ അപ്പോഴേ പല്ലുവേദന ഉണ്ടായെന്ന് പറയും. അത് എനിക്കുണ്ടായിട്ടില്ല, അതിൻ്റെ വേദന എനിക്ക് എന്താണെന്ന് അറിയാം. ആൻറ്റി അല്ലെ സഹോദരി, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അത് പറയുന്ന ഹൃദയത്തിൽ ഉള്ളവകളിൽ കഷ്ടതയിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ കഷ്ടതയിലായിരിക്കുന്ന ഒരു വ്യക്തി ആശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. യോസേഫ് കഷ്ടതയുടെ കഠിന ശോധനകളിൽ കൂടി കടന്നുപോയപ്പോൾ വിഷാദിച്ചിരിക്കുന്നവരെ കണ്ടപ്പോൾ അവരുടെ വേദനയെ അവർ മനസ്സിലായി. പട്ടിണി കിടന്നിട്ടുള്ളവർക്ക് മാത്രമേ വിശപ്പിന്റെ വില അറിയാൻ പറ്റുകയുള്ളൂ, അല്ലേ? പട്ടിണി കിടന്നിട്ടുള്ളവർക്ക് മാത്രമേ വിശപ്പിന്റെ വില അറിയാൻ പറ്റുകയുള്ളൂ. പട്ടിണി കിടക്കാത്തവർക്ക് എത്ര വിശന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാലും മനസ്സിലാകുകയില്ല. അവർ പറയും, ഒരു നേരമല്ലേ ഞങ്ങൾ ഉപവസിക്കാറുണ്ട്. ഉപവാസവും പട്ടിണിയും രണ്ടാണ്. നമുക്ക് എത്ര ദിവസം വേണമെങ്കിലും ഉപവസിക്കാം, കാരണം ദൈവത്തിന്റെ കൂടെ ഇരിക്കുമ്പോൾ അത് വിശപ്പ് തോന്നുകയില്ല. പക്ഷേ വീട്ടിൽ അരിയില്ലാതെ ഒരു ദിവസം ഉണ്ടെങ്കിൽ അന്ന് ഏറ്റവും കൂടുതൽ വിശപ്പുണ്ടാകും.
ഉണ്ടാകുമോ? എന്നാൽ കഷ്ടതയിലിരിക്കുമ്പോഴാണ്, അതുകൊണ്ടാണ് പറയുന്നത് കഷ്ടതയിലായിരിക്കും ഗുണമായി. കാരണം കഷ്ടതയിലിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണം. അതേ നിലയിൽ കൂടി നമ്മൾ കടന്നു പോകുമ്പോൾ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു നിലയിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നല്ലോ, കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കാൻ കഴിയേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടത്തിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കും. ഏകാന്തതയുടെ നടുവിൽ കൂടി കടന്നു പോകുന്നു, വേദനയുടെ നടുവിൽ കൂടി കടന്നു പോകുന്നു, രോഗങ്ങൾ അല്ലെങ്കിൽ കടബാധ്യതകൾ, കഷ്ടതകൾ, ഇങ്ങനെ ഓരോ കടമകളിൽ കൂടി കടന്നുപോയവർക്കറിയാം അങ്ങനെയുള്ളവരുടെ പ്രയാസങ്ങൾ എന്താണ്. അല്ലാത്തവരോട് എത്ര പറഞ്ഞാൽ മനസ്സിലാക്കി. നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഈ ഞാൻ സാധാരണ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ +2 വരെ പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. +2 വരെ പഠിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. +2 കഴിഞ്ഞിട്ടാണ് അടുത്ത വാക്ക് പറഞ്ഞു ബുദ്ധിമുട്ട് അറിയാൻ തുടങ്ങുന്നത് അല്ലേ? +2 കഴിയുമ്പോഴേക്ക് ഡിഗ്രിക്കാണെങ്കിലും എഞ്ചിനീയറിംഗിനാണെങ്കിലും MBBS-നാണെങ്കിലും എന്ത് പഠിക്കാൻ പോയാലും നേരത്തെ 1000, 2000, 3000 രൂപ മാസം കൊടുത്താൽ മതിയെങ്കിൽ പിന്നെ കൊടുക്കുന്നത് എങ്ങനെയാണ്? ലക്ഷങ്ങളാണ് ചെലവാകുന്നത്. അവിടെ നമുക്ക് കൈത്താങ്ങുകയില്ല. അങ്ങനെ കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തിക്ക് പഠിക്കാൻ ഒരു കുഞ്ഞ് പഠിക്കുന്നു, അവന് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അവന്റെ തലയിലേക്ക് അത് വേഗം കയറും. എനിക്ക് 2 ആൺമക്കളുണ്ട്. ഒരാൾ പഠിത്തം കഴിഞ്ഞു, ഒരാളിപ്പോ ഏകദേശം പഠിത്തം തീർന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ പഠിപ്പിക്കുന്നതിന്റെ വേദന എന്താണെന്ന് ഞാനും അനുഭവിച്ചിട്ടുണ്ട്. എന്നാൽ അതൊരു ഉദാഹരണമാണ്. കഷ്ടതയിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ കഷ്ടതയിലുള്ളവരെ കണ്ടാൽ മനസ്സിലാക്കൂ. യോസേഫ് ഇവരെ വിഷാദിച്ചിരിക്കുന്നത് എങ്ങനെ തിരിച്ചറിയാൻ അറിയാമോ? ഇതുപോലുള്ള വിഷാദത്തിന്റെ വേദനകളിൽ കൂടി താൻ കടന്നുപോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവരെ കണ്ടപ്പോൾ വേഗം മനസ്സിലായത് ഇവർ വിഷാദിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളിൽ കൂടി കടന്നു പോകുമ്പോൾ, വേദനകളിൽ കൂടി കടന്നു പോകുമ്പോൾ മാത്രമേ അതേ കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നവരെ നമുക്ക് ആശ്വസിപ്പിക്കുവാനും ധൈര്യപ്പെടുത്തുവാനും സാധിക്കും. എന്നാൽ യോസേഫ് അതിന്റെ നടുവിൽ കൂടി കടന്നു പോയപ്പോൾ ഇവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടെ നിൽക്കുകയും മാത്രമല്ല, 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് യോസേഫ് സ്വപ്നം വ്യാഖ്യാനിക്കാൻ തുടങ്ങി. പൊതുപേരിപ്പോ അവന് സ്വപ്നം വ്യാഖ്യാനിച്ചിട്ടില്ല, വേറെ ഒന്നും കണ്ടിട്ടില്ല. എന്നാൽ ദർശനം ഉണ്ടായിരുന്നു. എന്നാ തുടങ്ങിയെന്നറിയാമോ? അപ്പന്റെ വീട്ടിൽ വെച്ച് കിട്ടിയതാണ്. അന്ന് കിട്ടിയത് എന്തായിരുന്നു ഓർമ്മയുണ്ടോ? എന്തൊക്കെയായിരുന്നു? ഒരിക്കൽ 2 ദർശനമാണത്. എന്തൊക്കെയായിരുന്നു? ഉറക്കെ പറഞ്ഞു. നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയാണ്. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും. രണ്ടാമത്തെ എന്തായിരുന്നു? ഈ 2 ദർശനം അപ്പന്റെ ഭവനത്തിൽ വെച്ച് കിട്ടി. ആ ദർശനം നഷ്ടപ്പെട്ടു പോകാതെ എന്നും കാത്തു സൂക്ഷിച്ചത് ഈ ജയിലിനകത്തുള്ള ഇവരുടെ ജീവിതത്തിൽ വരുമ്പോൾ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു. ദൈവം നമുക്കൊരു ശുശ്രൂഷ തന്നിരിക്കുന്നെങ്കിൽ ചില സമയങ്ങളിൽ ആ ശുശ്രൂഷ വെളിപ്പെടുത്തേണ്ട ദിവസങ്ങൾ അടുത്തു വരും. ഇവർ 2 പേർ വിഷാദിച്ചിരിക്കുമ്പോൾ ആദ്യം പാനപാത്രവാഹകന്മാരോട് ദൂത് പറഞ്ഞു. ദൂത് എന്തായിരുന്നു? 3 ദിവസക്കാലം നീ കൊട്ടാരത്തിൽ ചെല്ലും. ദൂത് നല്ലതാണെന്ന് അറിഞ്ഞപ്പോൾ അപ്പക്കാരുടെ പ്രമാണി വന്നു. ഇതുപോലെയാണ് പറയപ്പെടും, ആ പുള്ളിയുടെ പ്രവചനം നല്ലതാണ്, എന്നാൽ നമുക്കൊന്ന് വിളിച്ചേക്കാം. വിളിക്കണമെന്ന് ചോദിച്ചിട്ട് വിളിക്കാറുണ്ട്. വെറുതെ വഴിയെ പോകുന്നതെല്ലാം വിളിച്ച് കയറ്റിയേക്കാം. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആരെയാണ് വിളിക്കുന്നത്?
വാലല്ല തലയാക്കുമെന്ന് പറയുന്നവരെയാണോ കുറ്റം വിളിച്ചു പറയുന്നവരെയാണോ നമ്മൾ വിളിക്കുന്നത്? പണ്ട് കാലത്തൊക്കെ ഒരു പ്രവാചകന്റെ അടുത്ത് പോയി നിൽക്കാൻ പേടിയായിരുന്നു. കാരണം പുള്ളി എന്ത് വിളിച്ചു പറയുന്നു പേടിയുണ്ടായിരുന്നു. ഒന്നും ഒരു പേടിയില്ല. കാരണം അവർ പറയുകയായിരുന്നു ഉറപ്പാണ്. അതുകൊണ്ടാണ്. എന്നാൽ യോസേഫിന്റെ ജീവിതത്തിൽ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് തുറന്നു പറഞ്ഞു. അപ്പക്കാരുടെ പ്രമാണി വന്നപ്പോൾ ഏതായാലും അവനോട് നല്ലത് പറഞ്ഞു, ഇനി ഇവനെ പിണക്കണ്ട, ഇവനോടും അതുപോലെ ഒന്ന് പറഞ്ഞേക്കാമെന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? അവരും 3 ദിവസം. അപ്പക്കാരുടെ പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് പറഞ്ഞത് 3 ദിവസം, ഇവനോട് പറഞ്ഞ 3 ദിവസം. പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് പറഞ്ഞ് 3 ദിവസം കഴിഞ്ഞ് നിന്നെ കൊട്ടാരത്തിലാക്കും. അപ്പക്കാരുടെ പ്രമാണിയോട് പറഞ്ഞ് 3-ാം ദിവസം നിന്റെ തല വെട്ടിക്കളയും. ഇതാണ് ശുശ്രൂഷയിൽ പറയുന്നത്. ദൈവത്തെ ഏൽപ്പിച്ചാലും വിശ്വസ്തയോടെ പറയുന്നവരെയാണ് ദൈവത്തിന് ആവശ്യം, ദൈവസഭയ്ക്കും ആവശ്യം. നമുക്കാർക്കും അങ്ങനെയുള്ളവരെ ഉൾക്കൊള്ളാൻ പറ്റുകയാണ്. എന്നാൽ സ്വർഗത്തിലെ ദൈവം ഉൾക്കൊള്ളാൻ പറ്റുന്ന അവരെ മാത്രമേ. കാരണം ദൈവത്തിന് ആവശ്യമുള്ള വിശ്വസ്തന്മാരാകുന്ന ഭക്തന്മാരെയാണ് ആവശ്യം. നമ്മളെ സുഖിപ്പിക്കുന്നവരെ പറഞ്ഞ് ഞാനൊരു കാര്യം പറയട്ടെ, നിന്നെ 3 ദിവസത്തിനകം ഉയർത്തുമെന്ന് പറഞ്ഞിട്ട് നാളെ ഇവരെ ഉയർത്താൻ വേണ്ടി പുറത്തോട്ട് കൊണ്ടുപോകുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? കഴുത്തെ കയറാൻ വേണ്ടിയാണ്. എന്നാൽ തെറ്റ് വിളിച്ചു പറഞ്ഞ് അല്ല മാനസാന്തരത്തിലേക്ക് നയിച്ചിട്ട് അവൻ മാനസാന്തരപ്പെട്ടാൽ എത്രയോ നല്ലതെന്ന് ഓർത്തു. ഞാൻ അതിലിങ്ങനെ പറയട്ടെ, ഒരു വ്യക്തിയുടെ തെറ്റിനെ കണ്ടിട്ട് അതിനെ മൂടി വെച്ചിട്ട് അവനെ അനുഗ്രഹിച്ചാൽ ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ പാപമാണ്. ദൈവജനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അവന്റെ രക്തം നിന്നോട് ചോദിക്കും. കാരണം അവന് മാനസാന്തരപ്പെടുവാനുള്ള വാക്കുകൾ പറഞ്ഞു കൊടുക്കേണ്ട സ്ഥാനത്ത് അവനെ സുഖിപ്പിച്ചിട്ട് അവന്റെ പോക്കറ്റിൽ ഇരിക്കുന്നത് എന്റെ പോക്കറ്റിലേക്ക് വീഴ്ത്താനാണ് ഞാൻ നോക്കുന്നതെങ്കിൽ ദൈവത്തിന്റെ കോപമാണ് വീഴുന്നത്. നമ്മൾ ഒത്തിരി ഒന്നും പ്രവചിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇവിടെ ആരും പ്രവാചകന്മാരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ക്ഷമിക്കണം. ഉണ്ടെങ്കിൽ ക്ഷമിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ദൈവം തരാത്ത ഒരു ഭൂതം ഒരാളോട് പറഞ്ഞേക്കട്ടെ. നിങ്ങൾ എന്നോട് പണിഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഈ മെതി കണ്ടാൽ ഞാൻ പോകും. പക്ഷെ ഇവിടെയുള്ള ദൈവദാസന്മാരോട് പറഞ്ഞേക്കരുത്. എന്തൊക്കെ വേണ്ടി എന്നോട് ചോദിച്ചോ. ദൈവം എന്തെങ്കിലും ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസ്തയോടെ ചെയ്തില്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം തലയിൽ വന്ന് വീഴും. ഈ ലോകത്തിൽ മറ്റുള്ളവരും പൊക്കിയെടുത്തോണ്ട് നടന്നു വരും. പക്ഷേ സ്വർഗത്തിലെ ദൈവം കൈവിട്ടാൽ ആരൊക്കെ പൊക്കിയെടുത്തോണ്ട് നടന്നാലും കാര്യമില്ലേ ഇല്ല. യോസേഫ് ദർശനം കിട്ടിക്കഴിഞ്ഞപ്പോൾ കിട്ടിയതുപോലെ വിശ്വസ്തയോടെ പറയുന്നവരായിരുന്നു യോസേഫ്. അപ്പക്കാരുടെ പ്രമാണിയോട് പറഞ്ഞതൊന്ന്, പാനപാത്രവാഹകന്മാരുടെ പ്രമാണിയോട് പറഞ്ഞതൊന്ന്. സ്വപ്നം അല്ലെങ്കിൽ ദർശനം എന്ന് പറയുന്നത് അത് വ്യാഖ്യാനിച്ചു വലിയവനാകാനുള്ളതല്ല. അവിടെ അതൊരു ശുശ്രൂഷയായിരുന്നു. ദൈവനെ എന്ത് ശുശ്രൂഷ ഏൽപ്പിച്ചാൽ അതെല്ലാം ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടിയായിരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരിമാരെ, നമുക്ക് പ്രാർത്ഥിക്കാനാണ് കൃപ തന്നത്. നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. സഭയൊക്കെ പ്രസംഗിക്കാൻ നിൽക്കരുത്. ദൈവം നമ്മളെ ഏൽപ്പിക്കാത്ത ശുശ്രൂഷകളൊന്നും ചെയ്യാൻ പോകരുത്. പാടാൻ കൃപ കിട്ടിയിട്ടുണ്ടോ? നമ്മൾ നന്നായിട്ട് പാടിക്കണം. ആ ഒരു പാട്ട് മതി അനേകം ദൈവഭാഗത്തേക്ക് വരാൻ വേണ്ടി. ദൈവം നമ്മളെ ഏൽപ്പിച്ചതിൽ വിശ്വസ്തരാകുമ്പോൾ ദൈവം പറഞ്ഞേ, അല്പത്തിൽ വിശ്വസ്തരായാൽ അധികത്തിന് വിചാരിക്കണം. നമ്മുടെ കയ്യിൽ 2 താലത്തെ ഏൽപ്പിച്ചിട്ടുള്ളൂ. ആ 2 താലത്ത് വിനിമയം ചെയ്താൽ മതി. 1 താലത്ത് കിട്ടിയിട്ട് മണ്ണിൽ കുഴിച്ചെടുത്തതിനേക്കാൾ നല്ലത് 5 താലത്ത് കിട്ടാതിരിക്കുന്നത്. 5
5 താലന്ത് കിട്ടിയിട്ട് മടി കുഴിച്ചിടുന്നതിനെക്കാട്ടും നല്ലതല്ലേ 2 താലന്ത് കിട്ടിയിട്ട് അത് വിനിമയം ചെയ്യുന്നത്? നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ദൈവമേ എനിക്ക് ആകെ 2 താലന്ത് കിട്ടിയുള്ളൂ, ജോയ് പാസ്റ്റർക്ക് 5 താലന്ത് കിട്ടി, എനിക്ക് 2 താലന്ത് കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ കരയേണ്ട ആവശ്യമൊന്നുമില്ല. എനിക്ക് 2 താലന്തിൽ കൂടുതൽ ബിസിനസ് ചെയ്യാൻ അറിയത്തില്ല, ദൈവത്തിന് അറിയാം, അതുകൊണ്ട് എന്നെ 2 താലന്ത് ഏൽപ്പിച്ചത്. ജോയ് പാസ്റ്റർ കൺവെൻഷൻ പ്രസംഗിക്കുന്നു പറഞ്ഞിട്ട് ഞാൻ കൺവെൻഷൻ കയറി നിന്നിട്ട് പപ്പ അടിക്കുന്നതിനെക്കാട്ടി എത്ര നല്ലതാ ഞാൻ മാറിയിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നത് മാത്രം ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ഞങ്ങളുടെ സെന്ററിൽ ദൈവാസ്മരിപ്പുണ്ടല്ലോ, ഇവരെല്ലാം ശക്തന്മാരായ പരസ്യത്തിന്റെ പ്രഗത്ഭന്മാരാണ്. പരസ്യവും ഞാൻ മുമ്പോട്ട് മാറി നിങ്ങൾ പ്രസംഗിക്കാൻ പറഞ്ഞത്, കാരണം ഞാൻ പ്രസംഗിക്കുന്നതിനേക്കാൾ 100%, 99% 100% ശക്തമായി പ്രസംഗിക്കാൻ കഴിവുള്ള ദൈവാസന്മാർ അവരോടൊപ്പം ഞാൻ എന്തിനാ അവരുടെ കൂടെ നിന്ന് ഞാൻ പ്രസംഗിച്ചാലും നടക്കുകയുള്ളൂ എന്ന് പറയാൻ നിൽക്കുന്നത്? ഞാൻ സാറിന് പറയുന്ന വാക്കുണ്ട്, ആര് കുത്തിയാലും അരി വെളുക്കണമെന്നേ ഉള്ളൂ. ആര് കുത്തിയാലും അരി വെളുക്കണമെന്നേ ഉള്ളൂ. അല്ലാതെ ഞാൻ കുത്തിയാൽ മാത്രമേ അരി വെളുക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കുത്തിയാൽ അരി പൊടിഞ്ഞു പോവുകയുള്ളൂ, വെളുക്കുകയല്ല. അരി കുത്താൻ അറിയാത്തവർ കുത്തിയാൽ വെളുക്കും, കുത്താൻ അറിയാത്തവർ കുത്തിയാൽ പൊടിഞ്ഞു പോകും. അപ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്നതിനകത്ത് വിശ്വസ്തയോടെ നിൽക്കുമ്പോഴാണ് ദൈവം അധികത്തിന് വിചാരകനായി നമ്മൾ ഉയർന്നു വന്നതാണ്. യോസേഫിന്റെ ജീവിതത്തിൽ അടുത്ത കാര്യം, ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്തപ്പോൾ ആ പാനപാത്രവാഹകന്മാരുടെ പ്രമാണി കൊട്ടാരത്തിലേക്ക് പോയി. എന്നാൽ അടുത്തതായിട്ട് കാണാൻ സാധിച്ചത് യോസേഫ് 40:15 വായിക്കുന്നു. യോസേഫിന്റെ സാക്ഷ്യമാണ്, ഞാൻ ഈ കുണ്ടറയിൽ വരുവാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമുക്ക് നെഞ്ചത്ത് കൈവച്ച് പറയണം, ദൈവമൊരു ശുശ്രൂഷ ഏൽപ്പിച്ചിട്ടുണ്ട്, അല്ലെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കാര്യത്തിൽ ഇന്ന് വരെ വിശ്വസ്തനായി നിന്നുവെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സാക്ഷ്യം. പലപ്പോഴും ഞാൻ പലർക്കും പറയാറുള്ളത്, എന്നെ ഇടയ്ക്കിടയ്ക്ക് ചിന്തിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, ഈ ശമൂവേൽ പ്രവാചകന്റെ കാര്യം. എന്റെ ദൈവാസ്മാരൊക്കെ കേട്ട് തലമറിച്ചിരിക്കുന്നത് 1 ശമൂവേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിൽ ശമൂവേല് അവിടുത്തെ പ്രമാണികളിൽ എല്ലാവരെയും കൂടെ പിടിച്ചു വരുത്തിയിട്ട് പറയുകയാണ്. അതിന്റെ 4-ാം വാക്യം മുതലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് ദൈവത്തിന്റെ പ്രവാചകൻ എല്ലാവരോടും നിൽക്കുന്നു, ഞാൻ ചെറുപ്പം മുതൽ നിങ്ങളുടെ നടുവിലായിരുന്നു, നിങ്ങളുടെ ഒരു കാളയോ കഴുതയോ എന്തെങ്കിലും ഞാൻ അപകരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് പ്രസ്താവിക്കാം. ബാക്കി കിട്ടിയോ? അതിനവർ നീ ഞങ്ങളെ അതിന് മുകളിൽ ഞാനിതാ ഇവിടെ നിൽക്കുന്നു, ഞാൻ ഒരുത്തിന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ, ഒരുത്തിന്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ, ഞാൻ വല്ലവരെയും ചതിച്ചിട്ടുണ്ടോ, വല്ലവരെയും പീഡിപ്പിച്ചിട്ടുണ്ടോ, ഞാൻ വല്ലവരെയും കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ, യഹോവയുടെയും അവന്റെ അഭിഷക്തന്റെയും മുമ്പാകെ എന്റെ നേരെ സാക്ഷിക്കും, ഞാൻ അത് മടക്കിത്തരാം. അടുത്ത വാക്യം, അതിനവർ നീ ഞങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ യാതൊരുത്തിന്റെയും കയ്യിൽ നിന്ന് വല്ലത് അപഹരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഇതിനേക്കാൾ വലിയ സാക്ഷി എന്താ പറയുന്നത്? ഒരു കൊച്ചു കുഞ്ഞായിരിക്കുമോ മുലകുടി മാറിയപ്പോൾ ഇവരുടെ ഇടയിലേക്ക് വന്നതാണ്, ഇന്ന് വയോവൃദ്ധനായി മരണത്തോടടുത്തിരിക്കുകയാണ്. അപ്പൊ ചോദിക്കുന്ന ചോദ്യം, ഞാൻ എന്തെങ്കിലും അപഹരിച്ചിട്ടുണ്ടോ? എന്നാൽ ഇവരെല്ലാവരും പറഞ്ഞൊരു കാര്യം, നീ ഇന്നും ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകൻ. പ്രിയമുള്ളവരെ, സ്വർഗത്തിലെ ദൈവം ഈ വാക്ക് കേൾക്കാൻ വേണ്ടിയാണ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മളെ ആക്കിയിരിക്കുന്ന സ്ഥലത്ത് നമ്മളൊരു വീട്ടിലെ ഒരു കൂലിപ്പണി ചെയ്യുന്ന വ്യക്തിയാകട്ടെ, നമ്മളൊരു തൊഴിലുറപ്പിന്റെ പണി ചെയ്യുന്ന ഒരു സഹോദരിയാകട്ടെ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ നമ്മളെ കുറിച്ച് എന്ത് പറയുന്നു എന്ന് ചിന്തിച്ചു നോക്കണം. നമ്മൾ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാകട്ടെ, നമ്മളെ കുറിച്ച് ഓഫീസിന്റെ മുതലാളി എന്ത് പറയും, അല്ലെ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർ എന്ത് പറയുമെന്ന് ഇന്ന് പകൽക്കാലം നമ്മളൊന്ന് ചിന്തിക്കണം. യോസേഫ് പറയാണ്, ഞാൻ ഇന്ന് വരെയും ദൈവസന്നിധിയിൽ ഒരു
കുറ്റവും ചെയ്തിട്ടില്ല. ഉറപ്പോടെ ധൈര്യത്തോടെ സാക്ഷ്യം പറയുന്നു. എന്നാൽ യോസേഫ് ഈ പാനപാത്രഭാഗന്മാരുടെ പ്രമാണി പോകുമ്പോൾ ഒരു കാര്യം പറഞ്ഞായിരുന്നു, ഞാൻ ഈ ജയിലിൽ കിടക്കുന്ന ഒരു തെറ്റും ചെയ്തിട്ടല്ല. അതിന് 23-ാം വാക്യം വായിക്കാമോ? 40-23, 40-23. എങ്കിലും പാനപാത്രവാഹന്മാരുടെ പ്രമാണം യോസേഫിനെ ഓർക്കാതെ അവനെ മറന്നു കളഞ്ഞു. നീ ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ എനിക്ക് വേണ്ടി രാജാവിനോട് റെക്കമെൻഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ പാനപാത്രവാഹന്മാരുടെ പ്രമാണി യോസേഫിനെ എന്തിനാണെന്ന് അറിയാമോ? ചില സമയത്തൊക്കെ ചിലര് മറക്കുന്നത് നല്ലതാണ്. നേരത്തെ യോസേഫിനെ കാരാഗൃഹ പ്രമാണിയുടെ ഈ പാനപാത്രവാഹന്മാരുടെ പ്രമാണി ഓർത്തായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുന്നത് അറിയാമോ? ഇവൻ ജയിലിൽ നിന്ന് ഇറങ്ങും, അവൻ ഒരു സാധാരണക്കാരനായിട്ട് അതിൽ നടക്കുമായിരുന്നു. എന്നാൽ ചിലര് മറക്കുന്നത് നല്ലതാണ്. രാജാവ് ഒരിക്കലും ഒരു സ്വപ്നം കാണും, അതുവരെ നമ്മൾ ജയിലിൽ കിടക്കണം. മനസ്സിലായോ? രാജാവ് ഒരു സ്വപ്നം കണ്ടു കഴിയുമ്പോൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് നേരത്തെ റെക്കമെൻഡ് ചെയ്ത് പുറത്തിറങ്ങുന്നത് പോലെയല്ല. റെക്കമെൻഡ് ചെയ്ത് പുറത്തിറങ്ങിയാൽ ഞാൻ സാധാരണക്കാരനായി തെക്കും വടക്കും നടക്കേണ്ടി വരും. എന്നാൽ രാജാവ് സ്വപ്നം കണ്ടിട്ട് അവനെ വിളിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നാളെ അവൻ ഒരു സാധാരണക്കാരനായി തെക്കും വടക്കും നടക്കാനല്ല, അവിടെ രാജകൊട്ടാരത്തിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. ചില സമയങ്ങളിൽ ഒരു ബ്രാക്കറ്റ് പീരീഡ് ഉണ്ടാകും. ആ ബ്രാക്കറ്റ് പീരീഡ് എന്ന് പറയുന്നത് ജയിലിലാണെങ്കിൽ ആ ജയിലിൽ നിന്നും പുറത്തു വരുന്നത് ഇതുവരെ നമുക്ക് ചെയ്യാൻ സാധിക്കാതെ ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ്. ചില പാനപാത്രവാഹന്മാരൊക്കെ നമ്മളെ മറന്നിട്ടുണ്ടാകും. മറന്നിട്ടുണ്ടോ? ആരെങ്കിലും നമ്മളെ മറന്നാലൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? അത് ഓർത്തൊന്ന് സ്തോത്രം പറഞ്ഞു. അതോർത്തൊന്ന് സ്തോത്രം പറഞ്ഞു. കാരണം അവരെ ദൈവം അർപ്പിച്ചത് അവര് മറന്നതല്ല. അവര് മറക്കുന്നതിന്റെ കാരണം അവര് മറന്നെങ്കിൽ മാത്രമേ നാളെ ദൈവത്തിന് നമ്മിൽ കൂടി ചിലതെല്ലാം ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരിക്കൽ മൊർദെഖായി രാജാവിനെ കയ്യേറ്റം ചെയ്യുന്ന കാര്യം രാജകൊട്ടാരത്തിൽ അറിയിച്ചു. രാജാവ് മറന്നുപോയി. ദിനവൃത്താന്ത പുസ്തകത്തിൽ ഡയറിയിൽ എഴുതി വെച്ചു. വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ആ ഡയറി എടുക്കുന്നത്. നമ്മളൊക്കെ ഡയറി എഴുതുന്നവരുണ്ടായിരിക്കുമല്ലോ. ഒരു 10 വർഷം മുമ്പുള്ള ഡയറി എടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? എന്നാൽ ആ 10 വർഷം മുമ്പുള്ള ഡയറി എടുത്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിരി തോന്നും, ചിലപ്പോൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാനിടയാണ്. ചില സമയങ്ങളിൽ രാജാവിന് ഉറക്കം നഷ്ടപ്പെടും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? മൊർദെഖായിയെ പുറത്തു കൊണ്ടുവരാൻ സമയമാണ്. അന്ന് രാജാവിന് മൊർദെഖായി അതിന് സമ്മാനം കൊടുക്കാൻ വിടുമായിരുന്നു. അന്ന് സ്വപ്നം അവരെ കയ്യേറ്റം ചെയ്യുന്നവർക്ക് എതിരെ ഒരു സമ്മാനം കൊടുക്കാതിരുന്നപ്പോൾ സമയമായപ്പോൾ സമ്മാനമല്ല കൊടുക്കുന്നത്, രാജകൊട്ടാരത്തിലെ രണ്ടാമനായി തരികയായിരുന്നു. അതായത് പറഞ്ഞ ചിലരൊക്കെ നമ്മളെ മറന്നു കളയുന്നത് നന്ദിക്കാണ്. ചിലരും മറന്നു കളഞ്ഞാൽ നാളത്തേതിൽ അത് നന്മയായിട്ട് നമുക്ക് വേണ്ടി തിരിച്ചു ചിലര് മറന്നു കളയുമ്പോൾ സ്തോത്രം പറയാൻ സാധിക്കണം. അത് നമുക്ക് ചിലപ്പോൾ മാനുഷികതയിൽ സാധിക്കുകയില്ല. നമ്മൾ പറയും, എന്നാലും അവളങ്ങനെ ചെയ്തല്ലോ എന്നോട്, ഇല്ലേ? എന്നാലും അവൾക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയില്ല. ഞാൻ അവൾക്ക് എന്തൊക്കെ ഉപകാരം ചെയ്തതാണ്, എന്നിട്ടും എൻ്റെ കഷ്ടതയുടെ നാളിൽ അവൾ എന്നെ ഓർത്തില്ലല്ലോ. എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, അവൾ ഓർക്കാത്തതൊരു സ്തോത്രമാണ്. ഒരു ദിവസം ദൈവം ഉയർത്തുന്ന ദിവസം, അന്ന് അവരുടെ മുമ്പിൽ തന്നെ ദൈവം തല ഉയർത്തും. അന്ന് മനസ്സിലാകും അന്ന് അവർ മറന്നു കളഞ്ഞതിന്റെ ഉദ്ദേശം ഇതായിരുന്നു. ഇന്ന് അവർ മറന്നെങ്കിൽ മാത്രമേ നാളെ അതിന്റെ നന്മ നമുക്ക് ലഭിക്കുകയുള്ളൂ. മറക്കാതെ നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ അതാണ് ലോകത്തിലെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. ചില സന്ദർഭങ്ങളിലൊക്കെ ചിലര് മറന്നു പോകണം, ഇനി മാത്രമേ ദൈവം ഉയർത്തുകയുള്ളൂ.
ഇനി അതിന്റെ താഴോട്ട് വരുമ്പോൾ കാണാൻ സാധിക്കുന്നത് 118 സംഘത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത്. മനുഷ്യനിൽ ആശ്രയിച്ചാൽ മനുഷ്യന്റെ ആശ്രയങ്ങളെല്ലാം മാറും. എന്നാൽ യഹോവയിൽ ആശ്രയിക്കുന്നവർ എന്നേക്ക് നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ ഉയർത്തപ്പെടും. ഒറ്റ വാക്യം കൂടി വായിച്ചുകൊണ്ട് നിർത്തുകയാണ്. 41-ന്റെ 14-ാം വാക്യം. 41-ന്റെ 14-ാം വാക്യം. അവിടെ രണ്ട് വാക്കുകൾ ചിന്തിച്ചു. 14-ാം വാക്യം, ഉടനെ ഫറവോൻ ആളയച്ച് യോസേഫിനെ വിളിപ്പിച്ചു. അടുത്ത താഴെ കാണാൻ സാധിക്കുന്നു, വേഗത്തിൽ അവനെ കുണ്ടറയിൽ നിന്നും ഇറക്കി. ഇത് തമ്മിൽ കുറച്ച് വർഷങ്ങളുടെ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഏത് തമ്മിൽ? പാനപാത്രവാചകന്മാരുടെ പ്രമാണി അവിടെ നിന്ന് പോയതും യോസേഫിനെ ഇറക്കിയതുപോലെ ചില നാളുകളുടെ അന്തരമുണ്ടായിരുന്നു. പക്ഷേ രാജാവ് ഇറക്കുമ്പോൾ മറ്റുള്ളവർ ഇറക്കുന്നത് പോലെയല്ല, വേഗത്തിൽ. ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് വേഗത്തിലായിരിക്കുന്നു. അതുകൊണ്ട് ദൈവം ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ദൈവത്തിന്റെ പ്രവൃത്തി എന്നുള്ളത്, ദൈവിക കരമെന്ന് പറയുന്നത് ലോകത്തിലെ മനുഷ്യൻ ആർക്കും തുറക്കാൻ സാധിക്കാത്ത നിലയിലുള്ള ഒരു ദൈവ പ്രവൃത്തിയായിരിക്കും. പലതും ഞാൻ വിഴുങ്ങുകയാണ്. കാരണം ചിലതൊക്കെ പറയണമെന്നുണ്ടെങ്കിലും ചിലതൊക്കെ പിടിച്ചു വെച്ചോളാം ഞാൻ പറയുന്നത്. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത്, ദൈവത്തിന്റെ കരം എന്ന് പറയുന്നത് നമ്മുടെ മാനുഷിക ചിന്തയ്ക്കകത്ത് നിൽക്കുന്നതല്ല. ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ ഓരോന്നോന്നായിട്ട് സഡനായിട്ട് അതിന്റെ പ്രവർത്തികൾ ഇറങ്ങി വരുമ്പോൾ ലോകത്തിലെ മനുഷ്യനെ ചിന്തിക്കാൻ സാധിക്കാത്ത നിലയിലുള്ള ദൈവ പ്രവർത്തികൾ ഏർപ്പെട്ടു വരുവാനിടയായി. ഇന്നലെ വരെ പുറംകാലിലൂടെ ചവിട്ടി തേച്ചവൻ നാളെ പൊക്കിയെടുത്തുകൊണ്ട് വരുമ്പോൾ ഇവനെ എങ്ങനെ ഉയർത്തുമെന്ന് ലോകത്തിന് പോലും ചിന്തിക്കാൻ സാധിക്കാത്ത നിലയിലുള്ള ദൈവ പ്രവർത്തികൾ ഏർപ്പെട്ടു വരുവാനിടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരാഗ്രഹത്തിൽ കൊണ്ടിട്ട യോസേഫ് കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വന്നു കഴിയുമ്പോൾ അവന് വേണ്ടിയുള്ളതല്ല. താഴോട്ട് നമ്മൾ പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അവന്റെ സഹോദരന്മാർ കൊണ്ട് ദൈവം യോസേഫിനെ അവിടേക്ക് അയച്ചു. ഹല്ലേലൂയ. എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവിക നന്മകൾ കിട്ടുമ്പോൾ, ദൈവിക അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ അത് എന്റെ നന്മയ്ക്കാണ്, എനിക്ക് വേണ്ടിയുള്ളതാണ്. അന്ന് അവൻ ചെയ്തതിന് പ്രതികാരം ചെയ്യാനുള്ള ദിവസമാണെന്ന് നമ്മൾ ആരും ചിന്തിക്കരുത്. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തെങ്കിൽ, ഇന്നൊരു പ്രയാസങ്ങളെ കൂടി കടന്നു പോകുന്നെങ്കിൽ, നാളെ നമുക്ക് പ്രതികൂലമായി നിന്നവനെ കാണുമ്പോൾ അവന് നന്മ ചെയ്യാനുള്ള സന്ദർഭമായി അതിനെ കരുതിക്കൊള്ളണം. ഈ വിറ്റുകളഞ്ഞ യോസേഫിന്റെ സഹോദരന്മാർ തന്റെ അടുക്കൽ വന്നു നിൽക്കുമ്പോൾ യോസേഫ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾക്ക് വേണ്ടി എന്നെ ഇവിടേക്ക് അയച്ചത്, നിങ്ങൾക്ക് വേണ്ടി എന്നെ ഇവിടേക്ക് അയച്ചത്. പ്രതികാരം യഹോവയ്ക്കുള്ളതാണ്, പ്രതികാരം മനുഷ്യനുള്ളതല്ല, പ്രതികാരം നമുക്കുള്ളതല്ല. പ്രതികാരം ചെയ്യാൻ നമുക്ക് അവകാശവുമില്ല. നമുക്ക് സാധിക്കുന്നിടത്തോളം മറ്റുള്ളവർക്ക് നന്മ ചെയ്യുകയാണ് ദൈവവചനത്തിന്റെ പ്രമാണം. പ്രതികാരം ദൈവത്തിനുള്ളതാണെങ്കിൽ പ്രതികാരം ദൈവത്തിനുള്ളത്. നമ്മൾ പ്രതികാരം ചെയ്യാൻ പോയാൽ ദൈവത്തിന്റെ പ്രതികാരം നമുക്കെതിരായി തീരുകയുള്ളൂ. നമുക്കെതിരായിട്ട് ഒരാൾ ദോഷം ചെയ്തോ, ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ദൈവം പറയുന്നത്. പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, അതിന്റെ 3-ാം അധ്യായത്തിലാണ് ഉള്ളതെന്ന് എന്റെ ഓർമ്മ. ആ വാക്യം കൂടി വായിച്ചുകൊണ്ട് വേഗം നിർത്തുന്നോട്ടെ. അവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടത് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായി വെട്ടി. 2026 ഈ വാക്യം ഒരു നിങ്ങളുടെ
ഒരു വാക്യമായിട്ട് അതിനെ ഏറ്റെടുക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് ദൈവം തരുന്ന ഒരു ആലോചനയായിട്ട് ഏറ്റെടുക്കാൻ പറ്റുമോ? അതൊന്ന് എഴുതിയെടുക്കാൻ പറ്റുമോ? 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം, ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ. അടുത്ത പറയാണ്, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാകുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അനുഗ്രഹിക്കുന്നവരാകും. ആരെ അനുഗ്രഹിക്കണം? ആരെ അനുഗ്രഹിക്കണം? ദോഷം ചെയ്യുന്നവരെ അനുഗ്രഹിക്കണം, ശകാരിക്കുന്നവരെ ശകാരിക്കണം. കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമുക്കെതിരായിട്ട് ആരെങ്കിലും അതിന് മാന്തിയാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പറയാൻ പറ്റുമോ? സ്തോത്രമെല്ലാം പോയോ? നമുക്ക് കിട്ടാനുള്ള നന്മ ഒരാളെ തട്ടിയെടുത്ത് കഴിയുമ്പോൾ ദൈവമേ അവനെ അനുഗ്രഹിക്കണമെന്ന് പറയാൻ പറ്റുമോ? ദൈവത്തിന് പറയുന്നത് ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാം. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വേണ്ടി വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അവർക്ക് അവരെ അനുഗ്രഹിക്കും. യോസേഫിന്റെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത്, തനിക്കെതിരായ സഹോദരന്മാർ, തനിക്കെതിരായിട്ട് എല്ലാവരും എഴുന്നേറ്റപ്പോഴും അവരെ ശപിക്കുകയല്ല, അവരെ തകർക്കുവാൻ നോക്കുകയില്ല. അല്ല, കൊട്ടാരത്തിലെ രണ്ടാമനായി തീർന്ന്, രാജാവിനെ രണ്ടാമനായി തീർന്നപ്പോൾ നമ്മുടെ ഭാഷയിലാണെങ്കിൽ പൊത്തിപ്പേരുടെ ഭാര്യ കൊണ്ടുവന്ന് ആദ്യം ജയിലിടും. എവിടെയെങ്കിലും ഇട്ടോ? പൊത്തിപ്പേറിനെ കൊണ്ടുവന്നിട്ട് ജയിലിൽ കൊണ്ടിട്ടോ? ഇല്ല. പ്രതികാരം ഒരു ദൈവത്തിനില്ല. പ്രതികാരം ചെയ്യാൻ ദൈവത്തിനും പഠിപ്പിക്കുന്നില്ല. അവിടെയും പ്രാർത്ഥിക്കാനാണ് പറയുന്നത്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പ്രതികാരം യഹോവയ്ക്ക്. ഒരു നിമിഷം നമ്മളെ കണ്ണുകൾ ഇന്നും പകലാണ്. ഒരു നിമിഷം നമുക്ക് നമ്മളോട് തന്നെ ചോദിച്ചു, ഒരു വലിയ ഉണർവായിരിക്കും നിങ്ങൾ പ്രതീക്ഷിച്ചതെങ്കിൽ ഇന്ന് പകൽക്കായി ഉണർവല്ല, നമ്മളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനുള്ള നിമിഷങ്ങളായി. യോസേഫിന്റെ ജീവിതത്തിൽ യോസേഫിനോടുള്ള ദൈവം ഇരുന്നതിന്റെ കാരണം പ്രതികാരമില്ലാത്തത് കൊണ്ട്, പകരം വിട്ടാനുള്ള ചിന്തയില്ലാത്തത് കൊണ്ടാണ്. എന്തുണ്ടായാലും അതിനകത്തെല്ലാം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് താഴാനും വീഴുവാനുമുള്ള മനസ്സുണ്ടായപ്പോൾ ദൈവം യോസേഫിനെ തക്ക സമയത്ത്, അവൻ തക്ക സമയത്ത് നിങ്ങൾ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കരങ്ങളിൽ താങ്ങി. നമ്മുടെ ജീവിതം നമുക്കെല്ലാം പ്രതികൂലമാണ്. ഞാൻ ഒറ്റപ്പെട്ടു എന്ന് ചിന്തിക്കുന്ന നിമിഷം, ഇനിയും എനിക്ക് മുമ്പോട്ടുള്ള സ്റ്റെപ്പ് എടുത്തു വയ്ക്കാൻ കൂടെ ആരോഗ്യമില്ല, എന്റെ കാലം കഴിയാനായി എന്ന് ചിന്തിക്കുമ്പോൾ എത്ര പേർക്ക് പറയാൻ സാധിക്കും? എത്ര പേർക്ക് ഇന്ന് ദിവസം തീരുമാനമെടുക്കാൻ സാധിക്കും? ദൈവമേ, എനിക്ക് ദോഷം ചെയ്തോ, ഞാൻ ദോഷം ചെയ്യാം, എനിക്കെതിരെ പ്രതികരിച്ചവർക്കെതിരെ ഞാൻ പ്രതികരിക്കാം. യോസേഫിനെ പോലെ ഞാൻ എങ്കിൽ യഹോവ യോസേഫിനോട് കൂടി ഇരുന്നത് പോലെ എൻ്റെ പ്രിയമുള്ള ദൈവദാസന്മാരെ, സഹോദരന്മാരെ ദൈവം നമ്മുടെ കൂടെ. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവമേ, എന്റെ പ്രിയമുള്ള ദൈവങ്ങളെ അങ്ങ് അനുഗ്രഹിക്കുന്നു. യോസേഫിനോട് കൂടി അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ വേദനകളും ഭാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞങ്ങൾ തകർന്നു ചിന്തിക്കുന്ന നിമിഷങ്ങളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ദൈവമേ. എന്നാൽ അതിന്റെ നടുവിൽ നിന്റെ കരം എൻ്റെ കൂടി ഉണ്ടായിരുന്നു. അങ്ങയുടെ കരം ഞങ്ങളെ പിടിച്ചു വരുന്നത് അതിനായിസ്തോ ഇതിലൊന്നും പതറിപ്പോകാൻ നിൽക്കാനുള്ള ബലമുള്ള ഈ 2026 നിന്റെ ജനത്തെ നീ അനുഗ്രഹിക്കുമാറാണ്. സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ, ഭൂമിയിലെ ഭൗതിക അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. യോസേഫിനോട് കൂടി ഇരുന്നത് പോലെ നിന്റെ ജനത്തിന്മേൽ നിന്റെ കരം കൂടി
നന്മയും അനുഗ്രഹങ്ങളാൽ പ്രാർത്ഥനകളുടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. സഭയൊരിക്കൽ തന്നെ പാസ്വേഡ് കൃത്യമായി നന്ദി അറിയിക്കുന്നു. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. പ്രതികൂലങ്ങളും മാറും ശുഭദിനം